വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോഃ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥനിധം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനീശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമാമി ദേവം കരുണാനിധാനം തമാലവർണം സുഗിതാവതാരം അപാര സംസാര സമുദ്രസേതും ഭജാമഹേ ഭാഗവത സ്വരൂപം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ആനന്ദലീലാമയ വിഗ്രഹായ ഹേമാഭദിവ്യശ്ച വിസുന്ദരായ തസ്മൈ മഹാപ്രേമരസപ്രദായ ചൈതന്യചന്ദ്രായ നമോ നമസ്തേ. ഹരേ കൃഷ്ണ. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നരസിംഹം വിഷ്ണം ഭദ്രം മൃത്യോർമൃത്യുർനമാമ്യഹം. ത്രൈഭീഷ്ടവോരുഭഹാസ്യ ശ്രീനരസിംഹരൂപം കൃത്വാ പ്രമത്പ്രൂഢിതം നഷ്ടകരാളവക്രം ീന്ദ്രമാസുഗതയാഭിപതന്തമാരാതുരൗ നിപാത്യ വിധാരനകൈസ്ഫുരന്തം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ഭഗീശേസ്യ വദനേ ലക്ഷ്മീയസ്യ ച വക്ഷസി യസ്വാസ്തി ഹൃദയേ സന്നിധം നരസിംഹമഹം ഭജേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. ഹരേ കൃഷ്ണ. ഇന്ന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണല്ലോ, നമ്മുടെ നരസിംഹമൂർത്തി ഭഗവാന്റെ ദിവസം കൂടിയാണല്ലോ. ആദ്യമായി നമുക്ക് നരസിംഹമൂർത്തി ഭഗവാനെ കുറിച്ച് ചിന്തിക്കാം. നരസിംഹമൂർത്തി ഭഗവാനെ ആശ്രയിക്കുക, നമ്മളെപ്പോഴും നരസിംഹമൂർത്തി ഭഗവാനെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നതും. നമ്മുടെ ശിലപ്രഭുപാദരാണെങ്കിലും അതുപോലെ ഗുരുദേവന്മാരാണെങ്കിലും എല്ലാവരും അതിനെ വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ദിവസം, ഇന്നത്തെ ദിവസം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. നമ്മളെ നരസിംഹമൂർത്തി ഭഗവാനെ കുറിച്ച് എന്തെങ്കിലും പറയാതെ നമ്മള് ഭാഗവത്തിലേക്ക് കടക്കുന്നത് ഇന്നത്തെ ദിവസം ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് നരസിംഹമൂർത്തി ഭഗവാനെ കുറിച്ച് ചിന്തിക്കാം ആദ്യമായിട്ട്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നരസിംഹാവതാരത്തെ കുറിച്ച് അറിയാം. അപ്പൊ അത് പ്രത്യേകിച്ച് നരസിംഹാവതാരത്തെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഹരേ കൃഷ്ണ. അപ്പൊ ആരെ രക്ഷിക്കാനാണ് നരസിംഹമൂർത്തി ഭഗവാൻ പ്രത്യക്ഷനായത് എന്നുള്ളതും എല്ലാവർക്കും അറിയാം. അപ്പൊ അത് ആ കഥയൊന്ന് ചുരുക്കി ആർക്കെങ്കിലും പറയാമോ? ഹരേ കൃഷ്ണ.
ഒരു 2-3 സെന്റൻസിൽ പറയാൻ പറ്റുമോ? എന്തിനാണ് നരസിംഹമൂർത്തി ഭഗവാൻ അവതരിച്ചത്? പറയാം. ഭക്തനെ രക്ഷിക്കാനായി, പ്രഹ്ലാദനെ രക്ഷിക്കാനായിട്ട്. ഭക്തരക്ഷാർത്ഥം ആണ് നരസിംഹമൂർത്തി ഭഗവാൻ. എങ്ങനെയാണ് നരസിംഹമൂർത്തി ഭഗവാൻ വരുന്നത്? തൂണിൽ, അതായത് പിന്നെ വിഷ്ണുവിനോട് ഭഗവാനെ എതിർപ്പുള്ള, കാരണം ഭഗവാനേക്കാളും ശക്തനാണ് താനെന്ന് കാണിക്കാൻ വേണ്ടി ഹിരണ്യകശിപു തപസ് ചെയ്ത് വരം സിദ്ധിക്കുകയും ആ ഹിരണ്യകശിപു ഹിരണ്യായ നമ എന്ന് പറയാനായിട്ട് ലോകരെ പഠിപ്പിക്കുകയും, പക്ഷെ വിഷ്ണു ഭക്തനായ, ജന്മനാൽ തന്നെ വിഷ്ണു ഭക്തനായ സ്വപുത്രൻ അതനുസരിക്കാതിരിക്കുകയും, അപ്പൊ ആ പുത്രനോട് എവിടെയാണ് നിന്റെ പുത്രനെ ഒരുപാട് ദ്രോഹിച്ചിട്ടും ഒരുപാട് പരിശീലിപ്പിച്ചിട്ടും അവൻ ഒരിക്കലും ഹിരണ്യായ നമ പറയാതെ നാരായണ നമ പറയുകയും, അപ്പൊ അങ്ങനെയാണ് നിന്റെ നാരായണൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ പ്രഹ്ലാദൻ പറയുകയാണ്, ഈ തൂണിലും തുരുമ്പിലും ഒക്കെ നാരായണനുണ്ട്, അങ്ങനെയാണെങ്കിൽ എവിടെ നിന്റെ നാരായണൻ കാണട്ടെ എന്ന് പറഞ്ഞ് ഈ തൂണ് വെട്ടിപ്പൊളർക്കുകയാണ്. അപ്പം സന്ധ്യാസമയത്താണ് ഇത് നടക്കുന്നത്. പിന്നെ തൂണ് വളർന്നിട്ട് അതിൽ നിന്ന് നരസിംഹ രൂപത്തില്, കാരണം മനുഷ്യന് കൊല്ലാൻ പാടില്ല, മൃഗങ്ങൾ കൊല്ലാൻ പാടില്ല, ഭൂമിയിൽ വെച്ച് കൊല്ലാൻ പാടില്ല, ആകാശത്ത് വെച്ച് കൊല്ലാൻ പാടില്ല, സ്ത്രീ കൊല്ലാൻ പാടില്ല, പുരുഷൻ കൊല്ലാൻ പാടില്ല, ഇങ്ങനെ കുറെ വരങ്ങളാണ് അദ്ദേഹം വാങ്ങിയത്. അപ്പൊ അത് കാരണം അപ്പൊ ഇതൊന്നും അല്ലാത്ത ഒരു രൂപത്തിലേക്ക്, നരസിംഹത്തിന്റെ രൂപത്തിൽ, അതായത് മനുഷ്യനും മൃഗവും ഒക്കെ ആയിട്ടുള്ള രൂപത്തിലേക്ക് ഭഗവാൻ അവതരിച്ച് പ്രത്യക്ഷപ്പെടുകയും, ഭൂമിയിലും ആകാശത്തും എങ്ങും വയ്ക്കാതെ സ്വന്തം മടിയിൽ വെച്ചിട്ട്, പിന്നെ ആയുധങ്ങൾ കൊണ്ട് കൊല്ലരുതെന്നും ഉണ്ടായിരുന്നു. അപ്പം നഖങ്ങൾ കൊണ്ട് മാറി കീറിയിട്ട് രക്തം കുടിച്ചിട്ട് ഉഗ്രരൂപിയായ നരസിംഹം പുറത്തു വരികയാണ്. അങ്ങനെ ശത്രു രാവും പകലും ഇല്ല, ത്രിസന്ധ്യയിലും. സന്ധ്യാസമയത്ത് അകത്ത് വെച്ചരുത്, പുറത്ത് വെച്ചരുത്, രാവിലെ അരുത്, പകലരുത്, മനുഷ്യനരുത്, മൃഗമരുത്, എന്തെല്ലാം വരം പറ്റുമോ അത്രയും വരങ്ങളാണ് വാങ്ങിച്ചു വെച്ചിരുന്നത്, അല്ലെ? ഒരു രീതിയിലും, ഏതൊരു രീതിയിൽ ചിന്തിച്ചാലും ഒരു രീതിയിലും പറ്റാത്ത ഒരു വരമാണ് ഹിരണ്യകശിപു നേടിയത്. അപ്പൊ ഈ ഹിരണ്യകശിപു ആരായിരുന്നു? ഹിരണ്യാക്ഷന്റെ സഹോദരൻ. ഹിരണ്യാക്ഷന്റെ സഹോദരൻ. രണ്ടുപേരും ആരായിരുന്നു? ജന്മത്തിൽ അവരെ ജയവിജയന്മാരായിരുന്നു. ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ ജയവിജയന്മാർ ഇങ്ങനെ വരാൻ കാരണം എന്താണ്? വൈകുണ്ഠത്തിലേക്ക് കിടക്കാൻ പോയപ്പോ അവരെ തടഞ്ഞതിന് പകരം അവരെ ശപിച്ചത് കുമാരന്മാര്. ചതുഷ്കുമാരന്മാരെ ഭഗവാനെ കാണാൻ അവിടെ ചെല്ലുന്നു, വൈകുണ്ഠത്തിൽ ചെല്ലുന്നു. അവിടെ വെച്ച് ഭഗവാനെ അവരെ തടഞ്ഞത് കാരണം അവിടെ ശാപം കിട്ടി. അദ്ദേഹം അവർ രണ്ടുപേരും ഇവിടെ വന്ന അസുരന്മാരായി ഭൂമിയിൽ വന്ന് ജനിക്കട്ടെ. ഭൂമിയിൽ വന്നെങ്കിലേ ഇതെല്ലാം അനുഭവിക്കാനും ചെയ്യാനും പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഭൂമിയിൽ വന്ന് ജനിക്കട്ടെ എന്ന് ശാപം കിട്ടി. അങ്ങനെ ഇവിടെ വന്നാണ് അവര് ജനിക്കുന്നത്. അപ്പൊ അവർക്ക് ഇത്ര ഒരു ഭക്തനായ ഒരു മകനുണ്ടായി. അതിൽ അവർക്കെന്ന് പറഞ്ഞാൽ ഹിരണ്യകശിപുവിന്, നമുക്ക് ഹിരണ്യാക്ഷന്റെ കാര്യം വേറെ, അത് വിടാൻ. നമുക്ക് ഉച്ചനായിട്ട് വരുമ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ നേരത്തെ അത് കഴിഞ്ഞു. ഇത് ഹിരണ്യകശിപുവാണ്. അപ്പൊ ഹിരണ്യകശിപുവിന് ഇത്രയും ഭക്തനായ ഒരു മകനെ കിട്ടി. ആ ഭക്തനായ മകനെ ആരാണ് യഥാർത്ഥത്തിൽ ജന്മനാഭക്തനായിരുന്നു, അത് കൂടാതെ ഭക്തനാക്കി തീർത്തതാരാണ്? നാരദ മഹർഷി. എങ്ങനെ? നാരദ മഹർഷിയുടെ ആശ്രമത്തില് പ്രഹ്ലാദന്റെ അമ്മ കഴിഞ്ഞിട്ടുണ്ട്. അതെ, നാരദ മഹർഷി കയാധു ആണ് അദ്ദേഹത്തിന്റെ, പ്രഹ്ലാദന്റെ അമ്മ. ഈ ഹിരണ്യകശിപുവെ അങ്ങ് ഒരു തപസ് ചെയ്യാണ്. 1000 വർഷമൊക്കെയാണ് അദ്ദേഹം തപസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ്? ബ്രഹ്മാവിൽ നിന്ന് വരം കിട്ടാനായിട്ട് ആയിരക്കണക്കിന് വർഷങ്ങൾ തപസ് ചെയ്യുക. 10,000 വർഷങ്ങളാണ് അദ്ദേഹം തപസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ തപസ് ചെയ്യാനായിട്ട് പോയി. എല്ലാ വരവും ബ്രഹ്മാവിൽ നിന്ന് വാങ്ങിച്ചേ വരുള്ളൂ. എന്തിനെ? തന്റെ ജ്യേഷ്ഠനെ വധിച്ച ആ മഹാവിഷ്ണുവിനോട് പകരം വീട്ടണം. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം പോയി ഇരുന്ന അവസരത്തില് കയാധു ഗർഭിണിയായിരുന്നു. പക്ഷെ ദേവന്മാര് വിചാരിച്ചു ഇവരുടെ ഈ ഉപദ്രവത്തിന് വേണ്ടിയിട്ട് കയാധുവിന് ഇനി ഒരു കുട്ടി ഉണ്ടായാലും
അത് ഇങ്ങനെ തന്നെ അസുരനായി മാറും. അതുകൊണ്ട് എന്ത് ചെയ്തു, കയാധുവിനെ പിടിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ആ അവസരത്തിലാണ് ആരെ കാണുന്നത്, നാരദരെ കാണുന്നത്. അപ്പൊ നാരദരെ കൊണ്ടുപോയി എല്ലാ വിധത്തിലുള്ള ഭക്തി മാർഗങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് പ്രസവം വരെ അവിടെ താമസിപ്പിച്ച് ആ ഭക്തി ആവേശിപ്പിച്ചു കൊടുത്തു എന്ന് വേണം. ഭക്തനായിരുന്നു എന്നത് സത്യം തന്നെ, പക്ഷെ ഭക്തി കുറച്ചുകൂടി ദൃഢമാക്കി കൊടുത്തു. ഒരു ഭക്തന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഭക്തിക്ക് അത്രമാത്രം വിലയുള്ളതാണ്. നമ്മളൊരു ഭക്തനെ കണ്ടാൽ അതിൽ നിന്ന് അദ്ദേഹത്തിൽ നിന്ന് ഒരു വാക്ക് കിട്ടിയാൽ പോലും അത്രമാത്രം വിലയുള്ളതാണ്. അങ്ങനെ ഭക്തന്റെ ആ ഒരു ഉന്നത നിലയിലേക്ക് അദ്ദേഹത്തിന് എത്തിപ്പെടാൻ കഴിയും. എന്നാ ചോദിക്കും, അമ്മയും ഇതെല്ലാം കേട്ടു. അദ്ദേഹം ഈ പറഞ്ഞു കൊടുക്കുന്നതെല്ലാം ഗർഭത്തിൽ കിടന്നുകൊണ്ട് ഈ കുഞ്ഞി കേട്ടത്, ഈ അമ്മയും ഇത് കേട്ടു. പക്ഷേ അമ്മയ്ക്ക് ഇതൊന്നും ശരിക്കും ഓർമ്മയിൽ നിർത്താൻ കഴിഞ്ഞില്ല. ഈ മകൻ ഇതെല്ലാം അനുസരിക്കാൻ കഴിഞ്ഞു. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, അമ്മ എന്താണ് ഈ ഭൗതിക ലോകത്തിൽപ്പെട്ട് ഭൗതികതയിൽ ഭർത്താവ്, മക്കളെ, രാജകൊട്ടാരം, ആ ചിന്താഗതിയിൽ അവരുടെ ആ ഭൗതികമായ ആവേശം കാരണം അവർക്കിതിനെ പിടിച്ചു നിർത്താനോ അതേ മനസ്സിൽ ഉറപ്പിച്ചു നിർത്താനോ, ഭക്തി ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ അതിനെ ഉറപ്പിച്ചു നിർത്താൻ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷേ ഈ മകൻ, ആ കുഞ്ഞായി ഗർഭസ്ഥനായ ശിശു ഇതെല്ലാം കേൾക്കുകയും ഇതെല്ലാം മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ വേറെ ആർക്കാണ് ഗർഭത്തിൽ വെച്ച് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിഞ്ഞ ഒരാളുണ്ടായിരുന്നു? ആരാണെന്ന് പറയാമോ? അതുപോലെ അഭിമന്യു. അഭിമന്യു. താങ്ക് യു പ്രഭു. അഭിമന്യുവിന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ, പറഞ്ഞു കൊടുത്തതെല്ലാം അതുപോലെ കേൾക്കാൻ മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ പറഞ്ഞു കൊടുക്കാത്തതാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് എന്നുള്ളത്. അപ്പൊ ആ ഒരു രീതിയിൽ, അഥവാ പറഞ്ഞു കൊടുത്ത ആ ഒരു ഗർഭസ്ഥനായിരുന്ന സമയത്ത് കിട്ടുന്ന കാര്യങ്ങൾ കുഞ്ഞുങ്ങളിൽ അറിവ് പകരും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതനുസരിച്ച് മാതാജി പറഞ്ഞതുപോലെ എന്താണ്, ആ ഒരു എല്ലാ കാര്യങ്ങളും ഗ്രഹിച്ചു കഴിഞ്ഞിട്ട് വളരെയധികം പ്രശ്നങ്ങൾ അവിടെ കൊട്ടാരത്തിലുണ്ട്. ഹിരണ്യകശിപു ആണെങ്കിൽ ഏത് വിധത്തിലും മഹാവിഷ്ണുവിനെ വധിക്കണം, അത് മാത്രമാണ് ചിന്ത അദ്ദേഹത്തിനുള്ളത്. ഈ കുഞ്ഞിനെ എന്നോട് ഹിരണ്യായ നമ എന്ന് പഠിപ്പിക്കുക, അത്രമാത്രം വളരെ സ്നേഹം, അങ്ങേയറ്റത്തെ സ്നേഹമാണ് മകനോടുള്ളത്. മകനെ പഠിപ്പിച്ച് ലോകത്തിലെ അസുര ചക്രവർത്തിയാക്കി വാഴിക്കുക, അതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അങ്ങനെ അതിന് ശ്രമിക്കുകയാണ്. ശുക്രാചാര്യരുടെ മക്കളായ ചണ്ഡനും അർഷനുമാണ് അദ്ദേഹത്തെ പഠിപ്പിക്കുന്നത്. കൊണ്ടുപോയി പഠിപ്പിക്കുന്നുണ്ട്. എല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ട് ലാസ്റ്റ് ചോദിക്കുമ്പോഴും നാരായണായ നമ എന്നാണ് പറയുന്നത്. വീണ്ടും വീണ്ടും ഹിരണ്യകശിപുവിന്റെ ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റ് നടക്കുമ്പോഴെല്ലാം ഇവര് പരാജയപ്പെടുകയാണ്. എന്താണ് ചെയ്യുക? അവര് ആ ചണ്ഡനും അർഷനും അങ്ങ് ഭയങ്കരമായ വിഷമമായി. അങ്ങനെയാണ് അവിടെ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കഥ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് കഥ പറയുന്നില്ല. അങ്ങനെ ഒരു വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ട് വരിക, വീണ്ടും ചോദിക്കുക. പക്ഷെ ഇവിടെ ഹിരണ്യായ നമ എന്ന് കേൾക്കുന്നതിന് പകരം നാരായണായ നമ എന്ന് കേൾക്കുന്നു. ഒട്ടും തന്നെ സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. തന്റെ ശത്രുവിനെ കുറിച്ച് ഇത്രമാത്രം ഇത് പൊഴുത്തി പറയുന്നത് കേട്ടുകൊണ്ട് അദ്ദേഹത്തിന് എങ്ങനെ ഇരിക്കാൻ കഴിയും? വളരെ ഇതായിട്ട്, വളരെ ദേഷ്യത്തോടു കൂടി എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ദിവസം ചോദിക്കുന്നു. ഇപ്പൊ മാതാജി പറഞ്ഞതുപോലെ ഈ തൂണിലും ദൂരം ഈ തൂണിലുണ്ട്, എവിടെയുണ്ട് നിന്റെ വിഷ്ണു എവിടെയുണ്ട്? അപ്പൊ എന്താ പറയുന്നത്? വിഷ്ണു എവിടെയൊക്കെ ഉണ്ട്? എന്റെ ഉള്ളിലുമുണ്ട്, അങ്ങയുടെ ഉള്ളിലുമുണ്ട്. അങ്ങയെ കുറിച്ച് അങ്ങയെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നതും ആ വിഷ്ണു തന്നെയാണ്, അല്ലാതെ വേറെ ആരുമല്ല. എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നതും ആ വിഷ്ണു തന്നെയാണ്. ആ വിഷ്ണു സർവയിടത്തും വ്യാപിച്ചിരിക്കുന്നു, എല്ലായിടത്തും ഉണ്ട്. എന്ന് എവിടെയുമുണ്ടോ? ഈ തൂണിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. ഉണ്ടെന്ന് നല്ലതായിട്ട് ഉറപ്പിച്ചു പറയുന്നത് അവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ അതിനെ സത്യമാക്കി മാറ്റേണ്ടിയിരിക്കുന്നു. ആർക്ക്? ഭഗവാന്. കുഞ്ഞിന്റെ ആ ഉറച്ച തീരുമാനത്തെ അതിനെ സത്യമാക്കി മാറ്റേണ്ടിയിരുന്നു ഭഗവാനെ. അതുകൊണ്ട് അദ്ദേഹം അതേ രീതിയിൽ, അപ്പം ഹിരണ്യകശിപു പറയുന്നുണ്ട്, സോകം വിഘത്തമാനസ്യ ശിരഖായാർത്ഥരാമിഥേ വപായതേ ഹരിസത്വാദ്യ യസ്തേ ശരണമീപ്സിതം. ഇങ്ങനെ വിഡ്ഢിത്തങ്ങൾ പുലമ്പുന്ന നിന്റെ ശിരസ് ഞാൻ ഇപ്പോൾ തന്നെ ശരീരത്തിൽ നിന്ന് ഛേദിച്ചു കളയും. നിന്റെ ആരാധ്യനായ ദൈവം നിന്നെ രക്ഷിക്കാൻ വരുമോ എന്ന് ഞാനൊന്ന് കാണട്ടെ എന്നാണ് അപ്പോൾ ഹിരണ്യകശിപു പറയുന്നത്.
അവിടെ നിന്ന് അപ്പം ഹിരണ്യകശിപു അങ്ങ് ക്രോധത്താൽ അങ്ങ് പീഡിതനായി മഹാപുത്രനായിരിക്കുന്ന അദ്ദേഹത്തിന്റെ മകനെ പരുഷവാക്കുകൊണ്ട് അങ്ങ് പരുഷവാക്കുകൾ പറയുന്നു. അപ്പം ശപിച്ചുകൊണ്ട് വാളുയർത്തി രാജകീയ സിംഹാസനത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുന്നു. വാളുയർത്തിക്കൊണ്ട് മകനെ വധിക്കാനായിട്ട് വരികയാണ്. ഉഗ്രകോപത്തോടുകൂടി മുഷ്ടി ചുരുട്ടിക്കൊണ്ട് മകനെ വധിക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്നു. സ്നേഹപാത്രമായ മകനാണ്. എത്രമാത്രം മനുഷ്യന് ക്രോധം വന്നാൽ പിന്നെ ഒന്നും ഓർക്കയില്ല എന്നുള്ളത്. താൻ പറയുന്നതെല്ലാം തന്റെ മക്കൾ അനുസരിച്ചോണം. അതിനപ്പുറത്തേക്ക് പോയാൽ പിന്നീട് താന് എന്തും ചെയ്യും എന്ന ആ ഒരു ആവേശമാണ് അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ നിന്നെ വധിക്കാൻ തയ്യാറായി നിൽക്കുന്നു. എവിടെ ഉണ്ട് നിന്റെ ഭഗവാൻ? നിന്റെ വിഷ്ണു എവിടെ? ഇവിടെ ഉണ്ടോ? ഈ തൂണിലുണ്ടോ? ഈ തൂണിലുണ്ടോ? ഉണ്ട് എന്ന് അവൻ ഉറപ്പിച്ചു പറയുന്നു. അപ്പോൾ ഭഗവാൻ അവിടെ ഇരിക്കാൻ പറ്റുമോ? ഭഗവാന്റെ ബാധ്യതയാണ് ഉണ്ടെന്ന് തെളിയിച്ചു കൊടുക്കേണ്ടത്. അപ്പം ഈ എത്രാണ് നൂറുകണക്കിന് വരങ്ങൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നു. അപ്പം മനുഷ്യനായിട്ട് വരാൻ പറ്റത്തില്ല, മൃഗമായിട്ട് വരാൻ പറ്റത്തില്ല, ഒന്നുമായിട്ട് ഒരു രീതിയിലും വരാൻ പറ്റില്ല. എന്താണ് ഭഗവാൻ ചെയ്തത്? അവിടെയും എത്ര മനുഷ്യർ ഏതെല്ലാം രീതിയിൽ എന്തെല്ലാം നേടിവെച്ചാലും ഭഗവാനെ വിജയിക്കാൻ മനുഷ്യന് പറ്റില്ല എന്നുള്ളത് ഇവിടെ കാണിച്ചു തരികയാണ്. അപ്പം ഒന്നായിട്ട് ഒരു ആയുധം കൊണ്ടോ ഒരു ഇല കൊണ്ടോ ഒരു കമ്പ് കൊണ്ടോ ഒന്നുകൊണ്ട് പറ്റില്ല. അപ്പൊ എന്താ ചെയ്യുക? ഭഗവാൻ അതിനതൊക്കെ രൂപം കണ്ടെടുത്തുകൊണ്ടതാ ഭഗവാൻ വരുന്നു എന്നുള്ളതാണ്. അപ്പൊ നരസിംഹദേവൻ പ്രത്യക്ഷനാകുന്നത് നമുക്ക് ഈ 7-ാം സ്കന്ധത്തിൽ അത് തന്നെ നരസിംഹമൂർത്തിയുടെ വരവിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. നമ്മള് പഠിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അതെല്ലാം പഠിക്കാൻ കഴിയും. തദൈവ തസ്മിൻ നിനദോതി ഭീഷണോ ബഭൂവ ഏനാണ്ട കടാഹമസ്ഫുടത് യം വൈ സുധിഷ്ണ്യോപഗതം ത്വജാതയാ സുത്വാ സ്വധാമാപ്യയമംഗമേനിരേ. അപ്പൊ സ്തൂപത്തിൽ നിന്ന് തദൈവ തസ്മിൻ നിനദോതി ഭീഷണോ, ആ സമയത്ത് ഉള്ളിൽ നിന്നും അതിഭയങ്കരമായ ഒരു ശബ്ദം, ഭയാനകമായ ശബ്ദമുണ്ടായി. അപ്പോഴതാ പ്രപഞ്ചത്തിന്റെ ആവരണം പിളർക്കുമാറ് അത്രമാത്രം ഭയാനകമായ ശബ്ദമാണ് അവിടെ ഉള്ളത്. പൊട്ടി പിളർത്താൻ പോകുന്നത് പോലെ എന്താണ് ആ ൂണിൽ നിന്ന് അതാ ആര് വരുന്നു ശബ്ദം. അപ്പം അവിടെ ആ ശബ്ദം കേട്ടിട്ട് ബ്രഹ്മാവിനെ പോലുള്ള ദേവന്മാരുടെ ഭവനങ്ങളിൽ പോലും ആ ശബ്ദം എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്. അത് കേട്ട് ഭയവിഹ്വലരായ ദേവന്മാർ ചിന്തിച്ചു, ഈ പ്രപഞ്ചം ഇപ്പോൾ നശിപ്പിക്കപ്പെടും എന്ന്. അത്രമാത്രം ഭയാനക ശബ്ദമാണ് ആ സ്തൂപം പിളർന്നപ്പോൾ ഉണ്ടായത്. അതാണ് സ്തൂപത്തിനുള്ളിൽ നിന്ന് പ്രപഞ്ചത്തിന്റെ ആവരണം പിളർക്കുമെന്ന് തോന്നിക്കുന്ന വിധത്തിൽ അതിഭയങ്കരമായ ഒരു ശബ്ദമുണ്ടായി. ആ ശബ്ദത്തിൽ അപ്പം യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുകയാണ് നാരദര്. അപ്പൊ നമ്മൾ കാണുന്ന ഈ സപ്തമസ്കന്ധത്തില് അപ്പയോ യുധിഷ്ഠിര, ഈ ശബ്ദം ബ്രഹ്മാവിനെ പോലുള്ള ദേവന്മാരുടെ ഭവനങ്ങളിൽ വരെയാണ് എത്തിച്ചേർന്നത്. എത്രയോ കടകടാഹങ്ങളിൽ വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അതിഭയങ്കരമായ ഒരു ശബ്ദം, അഥവാ ആ ഇടിമിഴക്കം പോലെയുള്ള ശബ്ദം ബ്രഹ്മദേവൻ പോലും ഭയന്നുപോയി എന്നാണ് പറയുന്നത്. അപ്പൊ ആ സമയത്ത് എന്താണ് തദൈവ തസ്മിൻ നിനദോതി ഭീഷണോ ബഭൂവ ഏനാണ്ട കടാഹം അസ്ഫുടത് യം വൈ സുധിഷ്ണ്യോപഗതം ത്വജാതയാ സുത്വാ സ്വധാമാപ്യയമംഗമേനിരേ. അങ്ങനെ ആ സ്തൂണ് പൊട്ടിപ്പിളർന്ന് ഭഗവാൻ പ്രത്യക്ഷനാകുന്നതാണ് നമ്മളെ കാണുന്നത്. അപ്പം സ്വന്തം പുത്രനെ വധിക്കാൻ ആശിച്ച ആ ഹിരണ്യകശിപു തന്റെ അസാധാരണമായ വീര്യം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മോനെ വധിക്കാനായിട്ട്. ആ സമയത്ത് അതിശയകരമായിട്ട് അഥവാ ഭയാനകമായിട്ട് ഇതുവരെ കേട്ടിട്ടില്ലാത്ത രീതിയിലെ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലെ ഒരു ശബ്ദം, അത്രമാത്രം ഒരു രൂപവും വന്നു. അപ്പം അവിടെ ഉണ്ടായിരുന്ന അസുരപ്രമാണികളെല്ലാം ഭയന്ന് വിറച്ചു. എല്ലാവരും ഹിരണ്യകശിപുവിനെ സ്തുതി പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെല്ലാം ഭയന്ന് വിറച്ചു. ആർക്കും എവിടെയാണ് ഇതിന്റെ പ്രഭാവം എന്ന് വെച്ചാൽ ആ ഉഗ്രമായ വരവ് കൊണ്ട് അതിന്റെ ഇതിന്റെ പ്രഭാവത്തിൽ ഒന്നും കാണാൻ വയ്യാതെയായി. യാതൊന്നും കാണാൻ വയ്യാത്ത ഒരവസ്ഥയിൽ എത്തിച്ചേർന്നു. അപ്പൊ ഭഗവാന്റെ പ്രത്യക്ഷപ്പെടൽ അത്രമാത്രം ഭയാനകമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം എങ്ങനെയാണ് അദ്ദേഹം എത്തിച്ചേർന്നത്, എന്തിനാണ് അദ്ദേഹം എത്തിച്ചേർന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിഞ്ച ഭൂതേഷു ചാത്മന അദൃശ്യതാത്യദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം മൃഗം ന മാനുഷം.
സത്യം വിധാതും നിജഭൃത്യഭാഷിതം. അപ്പം നിജഭൃത്യഭാഷിതം സത്യം വിധാതും എന്ന് പറഞ്ഞാൽ തന്റെ ഭൃത്യന്റെ ഭാഷിതത്തെ സത്യമാക്കി തീർക്കുന്നതിന് വേണ്ടി, അപ്പം സ്വഭൃത്യന്റെ പ്രസ്താവന സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ ആ ഓരോ രീതിയിലും ആ കുട്ടി പറഞ്ഞിരിക്കുന്നു ഇവിടെ ഭഗവാൻ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു, അതിനെ സത്യമാക്കി തീർക്കേണ്ടത് എന്റെ കടമയാണ്. അങ്ങനെ ആ സഭാമന്ദിരത്തിന്റെ പ്രധാനപ്പെട്ട തൂണ്, അപ്പൊ എല്ലായിടത്തും ഭഗവത് സാന്നിധ്യമുണ്ട്, തൂണിലും തുരുമ്പിലും ഭഗവത് സാന്നിധ്യമുണ്ട് എന്ന് നമ്മൾ പറയുന്നത് പോലെ അവിടെ എല്ലാ തൂണിലും ഭഗവാൻ ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി ഭഗവാൻ ഹരി ഇതിനു മുമ്പ് ഒരിക്കലും എടുത്തിട്ടില്ലാത്ത അത്ഭുതകരമായ രൂപമെടുത്തു. അങ്ങനെ ആ രൂപമെടുത്തുകൊണ്ട്, അപ്പം അതെങ്ങനെയുള്ള രൂപമായിരുന്നു? ഒരു മനുഷ്യനായിട്ട് വരാൻ പറ്റത്തില്ല, മൃഗമായിട്ട് വരാൻ പറ്റത്തില്ല. അദ്ദേഹം എന്താണ് എടുത്തത്? അപ്പൊ അവിടെ ആ സിംഹത്തിന്റെ രൂപമായിരുന്നില്ല, മനുഷ്യരൂപമായിരുന്നില്ല. അങ്ങനെ ആ വിസ്മയിപ്പിക്കുന്ന രൂപത്തിൽ അദ്ദേഹം സഭാമന്ദിരത്തിൽ പ്രത്യക്ഷമായി. ശ്ലോകമൊക്കെ വളരെ മനോഹരമായ ശ്ലോകങ്ങളാണ്. സത്യം വിധാതും നൃജഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷു അഖിലേഷു ചാത്മന. വ്യാപ്തിം ച ഭൂതേഷു അഖിലേഷു ചാത്മന. അഖിലത്തിലും ച ആത്മന, ഞാൻ സർവ്വതിലും ഞാൻ ഉണ്ട് എന്ന് തെളിയിക്കുക, എല്ലാത്തിലും ഞാൻ വ്യാപിച്ചിരിക്കുന്നു. വ്യാപ്തിം ച ഭൂതേഷു അഖിലേഷു ചാത്മന. അദൃശ്യതാത്യദ്ഭുത രൂപമുദ്വഹൻ. അദൃശ്യത അദ്ഭുത രൂപ ഉദ്വഹൻ, വളരെ അതിശയകരമായ രൂപം എടുക്കാൻ എനിക്ക് കഴിയും. എന്ന് വെച്ചാൽ ഒരു തരത്തിലും മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ, ആരാണ് എന്നറിയാത്ത രീതിയിലുള്ള രൂപം എടുത്തുകൊണ്ട് ഞാൻ എവിടെയുണ്ട്? സ്തംഭത്തിലുമുണ്ട്, സഭയിലുമുണ്ട്, മൃഗവുമല്ല മനുഷ്യനുമല്ലാതെ ഞാൻ ഇരിക്കുന്നു എന്ന് കാണിച്ചു കൊടുക്കത്തക്ക രീതിയിൽ ഭഗവാൻ അതാ ചാടി വന്നിരിക്കുന്നു. ആ ചാട്ടത്തിൽ ആ വരവിൽ നിന്ന് ആർക്കും ഒന്നും അറിയാൻ കഴിഞ്ഞില്ല, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞില്ല. അപ്പം എല്ലായിടത്തും ഭഗവത് സാന്നിധ്യമുണ്ടെന്ന് തെളിയിക്കാൻ ഭഗവാൻ ഹരി മുമ്പൊരിക്കലും എടുത്തിട്ടില്ലാത്ത ഒരു രൂപം, ഒരിക്കലും എടുക്കാൻ ഇടയില്ലാത്ത ഒരു രൂപം. അപ്പൊ മനുഷ്യന്റെയോ സിംഹത്തിന്റെയോ അല്ല, വിസ്മയിപ്പിക്കുന്ന രൂപത്തിലാണ് അദ്ദേഹം സഭാമന്ദിരത്തിൽ പ്രത്യക്ഷനായത്. അപ്പൊ എന്തിനാണ് പ്രത്യക്ഷനായത് എന്നുള്ളതാണ് എന്താണ്? സത്യം വിധാതും നൃജഭൃത്യഭാഷിതം. അപ്പൊ ആരൊക്കെയാണ് അവിടെ സത്യം പറഞ്ഞിരിക്കുന്നത്? ആരൊക്കെയാണ് പറഞ്ഞത്? ഭഗവാൻ ഉണ്ടെന്നതാ തന്റെ എന്താണ് ശിഷ്യനായ തന്റെ കുട്ടിയായ പ്രഹ്ലാദൻ പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഭഗവാനെ കുറിച്ച്, ഭഗവാൻ വന്ന് രക്ഷിക്കുമെന്നുള്ളത് നേരത്തെ തന്നെ ഭഗവാനെ കുറിച്ച് ശരിക്കും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നു. ആർക്കെ? പ്രഹ്ലാദനെ, തന്റെ ഏറ്റവും വലിയ ശിഷ്യനായ നാരദമുനി. അപ്പൊ ആ നാരദമുനിയുടെ വാക്കുകളെയും സത്യമാക്കി തീർക്കണം, പ്രഹ്ലാദന്റെ വാക്കുകളെയും സത്യമാക്കി തീർക്കണം. അപ്പം അതുകൂടാതെ ഈ ജയവിജയന്മാർ ഭഗവാന്റെ അവിടുത്തെ സെർവൻസ് ആണ്, എന്താണ്, കാവൽക്കാരാണ്. അപ്പൊ അവരിവിടെ വന്ന് ഭഗവാനെ എതിർക്കാൻ തയ്യാറായി വന്നതാണ്. ആ എതിർപ്പ് എന്ന് വെച്ചാൽ ഈ രൂപത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് ഭഗവാനെ എതിർക്കാൻ തയ്യാറായി അവർ വരുന്നു. അപ്പൊ അവർക്ക് എതിർക്കണമെന്നുള്ള ആ വാക്കിനെയും സത്യമാക്കി കൊടുക്കണം. അവരും ഭഗവാന്റെ ആൾക്കാർ. അപ്പൊ എല്ലാവരെയും, എത്ര പേരുടെ വാക്കുകളെയാണോ, തന്റെ എല്ലാ ആശ്രിതരുടെയും വാക്കുകളെ സത്യം വിധാതും നിജ പ്രത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷു അഖിലേഷു ചാത്മന അദൃശ്യതാത്യദ്ഭുത രൂപമുദ്വഹൻ സ്തംഭേ സഭായാം മനുഷ്യം. അങ്ങനെ ആ സ്തംഭത്തിൽ നിന്ന് മൃഗമല്ല മനുഷ്യനല്ല, ഏത് രീതിയിലാണോ ഇവിടേക്ക് വരുന്നത് ആ രീതിയിൽ അദ്ദേഹം പ്രത്യക്ഷനായി എന്നുള്ളതാണ് പറയുന്നത്. സസത്വമേനം പരിതോ വിപശ്യൻ സ്തംഭസ്യ മധ്യാദനു നിർജിഹാനം നായം മൃഗോ നാഭി നരോ വിചിത്ര രൂപം. അപ്പം ഹിരണ്യകശിപോട് നിൽക്കുകയാണ്. ഹിരണ്യകശിപു ആ ശബ്ദം എവിടുന്നാണ് വന്നത്? പൊട്ടിപ്പിള്ളർക്ക് ശബ്ദം മാത്രമേ അദ്ദേഹം കേൾക്കുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഇതൊന്നും കാണാൻ കഴിയുന്നില്ല, അത്രമാത്രം പ്രകാശസ്ഫുരിതമായി. അങ്ങനെ അത് കണ്ടുപിടിക്കാൻ അവിടെ ചുറ്റും നോക്കുന്നതിനിടയിൽ അതാ കാണുന്നു, മനുഷ്യന്റേതാണോ മൃഗത്തിൻ്റെതാണോ എന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത ഒരു അത്ഭുത രൂപം നിൽക്കുന്നു. അപ്പൊ ആ രൂപത്തിൽ നിന്ന് അതാ പുറത്തേക്ക് വരുന്നു, ഇറങ്ങി. അപ്പൊ ഹിരണ്യകശിപു അങ്ങ് ആശ്ചര്യപ്പെട്ടു.
ഇങ്ങനെ ഒരു രൂപമുണ്ടോ, ഇത് എന്താണ് എന്നൊക്കെ അദ്ദേഹത്തിന് തോന്നി. പരമപുരുഷനായ ഭഗവാന്റെ അത്ഭുതകരമായ ശക്തികളെ, എത്ര ശക്തികളാണ്, എണ്ണിയാൽ തീരാത്ത ശക്തികളെ അദ്ദേഹത്തിന് കണക്കാക്കാൻ ഒരിക്കലും കഴിയില്ല. അപ്പം പരാസ്യ ശക്തിർ വിവിധൈവ സൂയതേ എന്താണ് സ്വഭാവകി ജ്ഞാനബലക്രിയാച. ഭഗവാന്റെ വിഭിന്ന ശക്തികൾ എല്ലായ്പ്പോഴും അദ്ദേഹത്തിന്റെ ജ്ഞാനത്തിന്റെ സ്വാഭാവിക പ്രകടനമായി വർത്തിക്കുന്നു. അപ്പൊ സർവശക്തൻ എന്ന് പറയുന്ന ഭഗവാൻ സർവശക്തൻ തന്നെയാണ്. അദ്ദേഹം അതാ പരാസ്യ ശക്തി, എല്ലാ ശക്തികളെയും അദ്ദേഹം എന്ത് ചെയ്യുന്നു, പ്രകടിപ്പിക്കുന്നത് നമ്മളിവിടെ കാണുന്നു. അതാണ് അദ്ദേഹം ഈ രീതിയിൽ അദ്ദേഹം ഇറങ്ങി വന്നത് എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് പറയുമ്പോഴേ നമ്മളെ മിക്കവാറും എല്ലാവർക്കും അറിയാമായിരിക്കും ഈ ശ്ലോകമെന്ന് എനിക്ക് തോന്നുന്നു. ഭഗവാന്റെ ആ വരവിനെ കുറിച്ച്, ഭഗവാൻ എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടത് എന്ന് മിക്കവാറും എല്ലാവരും ബൈഹാർട്ട് ചെയ്യുന്ന ഒരു ശ്ലോകമാണ്. മീമാംസമാനസ്യ സമുത്തിതോഗ്രതോ നൃസിംഹരൂപസ്തതലം ഭയാനകം പ്രദപ്ത ചാമീകര ചണ്ഡലോചനം സ്ഫുരൽ സടാകേസര ഗ്രന്ഥിദാനം കരാളദംഷ്ട്രം കരവാള ചഞ്ചലക്ഷുരാന്തജിഹ്വം പൃഥ്വീൽപണം സ്തബ്ധോർധ്വകർണം ഗിരികണ്ഠരാത്ഭുത വ്യാപ്താസ്യ നാസ്യം ഹരിഭേദ ഭീഷണം ദിവിസ്പൃശത്കായമദീർഘവീവര ദീപോരു ഭക്ഷസ്ഥലം അല്പമധ്യസം മധ്യമം ചന്ദ്രാംശു ഗൗരൈർ ശ്ചുരിതം തനൂരുഹൈ ഷത്ഭുജാനീകശതം നഖായുധം ദുരാസദം സർവനിജേതരായുധ പ്രവേഗ വിപ്രാവിത ദൈത്യദാനവ. ഹരേ കൃഷ്ണ. ഞാനിത് പറഞ്ഞു, സോറി, നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും ഞാനത് വായിച്ചത് നിങ്ങൾ കേട്ടോട്ടെ എന്ന് കരുതിയാണ്. ഭഗവാന്റെ ഈ അത്യത്ഭുത രൂപം നിരീക്ഷിക്കുകയായിരുന്ന ആ ഹിരണ്യകശിപ് മുന്നിൽ നരസിംഹം നിൽക്കുന്നത് കണ്ടു. പകുതി സിംഹം പകുതി മൃഗം അങ്ങനെ കണ്ടു. അങ്ങനെ അതിഭയാനകമായ ആ രൂപത്തെ, ആ തീക്ഷ്ണമായ കണ്ണുകളുള്ള രൂപത്തെ, ആ സ്ഫുരിക്കുന്ന രൂപത്തെ, ആ സടയാൽ നിൽക്കുന്ന രൂപത്തെ, വികസിച്ച ആ മുഖത്തെ, കരാളമായ ദംഷ്ട്രയോടുകൂടിയ ആ രൂപത്തെ, എന്ന് വെച്ചാൽ മൂർച്ചയുള്ള വാൾ പോലെ തിളങ്ങുന്ന ആ ചഞ്ചലമായിരിക്കുന്ന ആ രൂപത്തെ, മൂർച്ചയേറിയ കത്തി പോലെയുള്ള നാക്കോടുകൂടിയ ആ ഭഗവാനെ, അതുപോലെ കോപത്താൽ ചുളിഞ്ഞ മുഖത്തോടുകൂടിയ ഭഗവാനെ, തന്റെ ഭക്തനെ ഉപദ്രവിച്ചതിന്റെ ആ ദോഷം ഭഗവാന്റെ മുഖത്ത് പ്രകടമായിരുന്നു. അതാണ് ചുളിഞ്ഞ മുഖത്തോടുകൂടി ഭയാനകമായ ആ രൂപം. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തെല്ലാം ഉണ്ട് എന്നുള്ളത്, കാതുകൾ അദ്ദേഹത്തിന്റെ എങ്ങനെയായിരുന്നു, മുഖം എങ്ങനെയായിരുന്നു, വായ എങ്ങനെയായിരുന്നു, നാസിക എങ്ങനെയായിരുന്നു, ഇങ്ങനെയാണ് ഈ ശ്ലോകത്തിൽ എല്ലാം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കഴുത്ത് എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിന്റെ ശൗര്യം എങ്ങനെയായിരുന്നു, ഇങ്ങനെ എല്ലാ ദിശകളിലേക്കും നീങ്ങുന്ന നാക്കൊക്കെ അങ്ങനെ കടിച്ചു പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിക്കൊണ്ട് ഭയാനകമായ ദേശത്തോടെ, ഭഗവാന്റെ ദീർഘ രൂപമാണ്, അങ്ങനെ ആ ദേശത്തോടെ എല്ലാ ദിശകളിലേക്കും തിരിഞ്ഞുകൊണ്ട്, അപ്പൊ ഏറ്റവും പ്രയാസമായ ഒരു രൂപമെടുത്ത് അതിനെ അങ്ങേറ്റം ഉഗ്രമാക്കി, എത്രമാത്രം ഉഗ്രപ്രഭാവത്തോടു കൂടി അദ്ദേഹം പ്രത്യക്ഷനാകുന്നതാണ് ഇവിടെ കാണുന്നത്. അപ്പം ആ ശ്ലോകം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ്. കുറച്ച് വലിയ ശ്ലോകമായതുകൊണ്ട് ഞാനത് വിടുകയാണ്. അപ്പൊ അത് എങ്ങനെയാണ് അദ്ദേഹം ഭഗവാൻ ഭക്തനെ രക്ഷിക്കാൻ വന്നത് എന്നുള്ളതാണ്. അങ്ങനെ വന്നിട്ട് ദുരാസദം സർവനിരേതുരായുധ പ്രവേഗ വിദ്രാവിത ദൈത്യദാനവം, അങ്ങനെ ഓടാൻ അദ്ദേഹം അത് കണ്ടപ്പോഴേക്ക് ഹിരണ്യകശിപുവിന് എങ്ങോട്ട് ഓടണമെന്ന് അറിഞ്ഞുകൂടാ. ആ രീതിയിൽ അദ്ദേഹം തന്റെ മുന്നിൽ നിൽക്കുന്ന ആ രൂപത്തെ ഹിരണ്യകശിപു ശരിയായി നോക്കി. അത്യന്തം ഭയാനകമായ രൂപം, ആ ഉരുകുന്ന സ്വർണം പോലെ തീക്ഷ്ണമായ കണ്ണുകളുള്ള പ്രകാശിക്കുന്ന ആ സട, സിംഹത്തിന്റെ സട ഉണ്ടായിരുന്നു. ഭയങ്കരമായ മുഖത്തിന്റെ വ്യാപ്തിയെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ദംഷ്ട്രകൾ കരാളങ്ങളായിരുന്നു. ഭഗവാൻ ഇങ്ങനെ വരുമോ എന്ന് അതിശയിക്കരുത്, അതുകൊണ്ടാണ് ഇത് പറഞ്ഞു തന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മുഖം അങ്ങനെയായിരുന്നു. ആ സട അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ വ്യാപ്തിയെ വർദ്ധിപ്പിക്കുന്നതായിരുന്നു. ദംഷ്ട്രകൾ എങ്ങനെയായിരുന്നു? കരാള ദംഷ്ട്രമായിരുന്നു, അത്രമാത്രം ഭയാനകമായിരുന്നു. നാക്കാണെങ്കിൽ എങ്ങനെയുള്ളതാണ്? കത്തി പോലെ മൂർച്ചയുള്ള നാക്ക്. അത് കണ്ടാൽ വാളാണെന്ന് തോന്നുമായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പൊ ഭഗവാന്റെ കർണങ്ങളാണെങ്കിൽ മേൽപോട്ട് ഉയർന്നു നിൽക്കുന്നു. നാസാരന്ധ്രങ്ങളോ തുറന്ന വായ പർവ്വത ഗുഹകൾ പോലെ കാണപ്പെട്ടു എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ഭയപ്പെടുത്തുന്ന വിധത്തിൽ വിളർന്നകർന്ന അതാ താടികളോടുകൂടിയ ശരീരം. എന്നുവെച്ചാൽ കാണുന്നവർക്ക് അത് ആകാശത്തെ സ്പർശിച്ച് നിൽക്കുകയാണോ എന്ന് തോന്നുമാറെ ആയിരുന്നു കാണിച്ചത്. അപ്പൊ ഖണ്ഡമാണെങ്കിൽ നല്ല ഇറുകിത്തടിച്ച ഖണ്ഡം, വക്ഷസാണെങ്കിൽ വികസിച്ച വക്ഷസ്, അരക്കെട്ടാണെങ്കിൽ വളരെ നേർത്തിരുന്നു. അതുപോലെ ശരീര രോമങ്ങളിൽ ചന്ദ്രന്റെ കിരണങ്ങൾ കണക്ക് തൂവെണ്മയാർന്നതുമായിരുന്നു. കൂർത്ത നഖായുധത്തിന് സമാനമായ നൂറുകണക്കിന് ഭുജങ്ങൾ എല്ലാ ദിശകളിലും വ്യാപിച്ചിരുന്നു. കാരണം നഖം കൊണ്ടാണ് വന്നത്. കൂർത്ത നഖം ഉണ്ടെങ്കിലേ പറ്റിയുള്ള ആയുധം എടുക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല. കാരണം അതെല്ലാം ബ്രഹ്മാവ് അടച്ചു പറഞ്ഞിരിക്കുകയാണ്. എല്ലാം അതാണ് ബ്രഹ്മാവ് എല്ലാ വരവും കൊടുത്തു. അവസാനം പറയുന്നുണ്ട് ഇനി മറ്റാർക്കും ഇങ്ങനത്തെ വരം കൊടുത്തേക്കരുതെന്ന് പറഞ്ഞിട്ടാ തിരിച്ചു കൊടുക്കുന്നത്. അങ്ങനെ കൂർത്ത നഖത്തിന് സമാനമായ നൂറുകണക്കിന് ഭുജങ്ങൾ എല്ലാ ദിശകളിലും വ്യാപിച്ചിരുന്നു. ശംഖചക്ര ഗദാപത്മനെത്തി എന്നീ മറ്റ് സ്വാഭാവിക ആയുധങ്ങളാലും അസുരന്മാരെയും നാസ്തികരെയും വധിക്കുമ്പോൾ എന്ന പോലെ ശത്രു സംഹാരങ്ങൾ സദൃശ്യനായി. അദ്ദേഹം എന്ത് ചെയ്യും എന്താണ് എന്നുള്ളത് ഹിരണ്യകശിപിന് ഒരു രീതിയിലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഹിരണ്യകശിപു ഇങ്ങനെ നോക്കി നിന്നു. ആ രൂപത്തെ നോക്കി നിന്നു. ആരും കണ്ടിട്ടില്ലാത്ത രൂപം, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രൂപം, പ്രകടമായിരിക്കുന്ന ആ രൂപത്തെ അദ്ദേഹം നോക്കി നിന്നു. അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹം വെറുപെറുത്തു. ഓ വിഷ്ണു ഭഗവാന്, അദ്ദേഹം മഹത്തായ നിഗൂഢ ശക്തി ഉള്ളവനാണ്. അദ്ദേഹം ഈ പദ്ധതി ഒരുക്കിക്കൊണ്ട് എന്നെ വധിക്കാൻ വന്നേക്കെയാണ്. ഓ ഇതുകൊണ്ട് എന്താണ് ഗുണം? അത് ഞാൻ വിചാരിച്ചാൽ എത്ര വേണമെങ്കിൽ ഇപ്പൊ ഇല്ലാതാക്കാം എന്ന അഹങ്കാരം അപ്പോഴും നമ്മളെ വിടുകയില്ല. നമ്മളെല്ലാവരും അങ്ങനെയാണ്. എന്ത് വരുമ്പോഴും നമ്മൾക്ക് അല്പം അഹങ്കാരം മുന്നിൽ നിൽക്കുമെന്നുള്ളതാണ്. അപ്പം ഗദ ഉയർത്തി ഒരാനയെ പോലെ ഭഗവാനെ ആക്രമിക്കാൻ. അപ്പം ഈ രീതിയിൽ ഭഗവാൻ വന്നപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് അഹങ്കാരം മാറുന്നില്ല. തന്നെ വന്നിരിക്കുന്ന എന്റെ ഗത മതി ഇദ്ദേഹത്തെ ഇല്ലാതാക്കാൻ എന്നുള്ള ആവേശത്തോടുകൂടി അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ ആക്രമണമെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? ആ ഒരു രീതിയിൽ വളരെയധികം യുദ്ധം കളിപ്പിക്കുകയാണ്. ഹിരണ്യകശിപുവിനായിട്ട് കളിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ എല്ലാ രീതിയിലും എതിർക്കാൻ ചെല്ലുന്നു ഭഗവാൻ അതിനെ എല്ലാം ഈസിയായി കൈകാര്യം ചെയ്യുന്നു. അപ്പം ബുദ്ധനായിരുന്ന മഹാസുരൻ ഹിരണ്യകശിപു മിന്നൽ വേഗത്തിലുള്ള ആക്രമണത്തിലൂടെ തന്റെ ഗത കൊണ്ട് നരസിംഹദേവനെ പ്രഹരിക്കുന്നതായി നമുക്ക് ഇത് കാണാവുന്നതാണ്. അപ്പം എന്നാൽ ഗരുഡൻ എന്ത് ചെയ്യാനുണ്ട്? സാധാരണ ഒരു പറഞ്ഞേക്കുന്ന അതാണ്, ഒരു സർപ്പത്തെ പിടികൂടി ആ സർപ്പത്തെ റാഞ്ചുന്ന ലാഘവത്തിൽ എത്ര എളുപ്പം എന്നാണ് ഗരുഡൻ ചെയ്യുന്നത്. ആ ലാഘവത്തിൽ ഈ മഹാസുരൻ ഒരു ഗതയോടിങ്ങി പിടിച്ചു. കാരണം അദ്ദേഹം ആരാണ്? തന്റെ അടുത്ത് നിന്ന് വന്നിരിക്കുന്ന ആളാണ്. തന്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുപോകേണ്ട ആളാണ്. ഇവിടെ വന്നപ്പോഴത്തേക്ക് അഹങ്കാരിയായി മാറി. അത് ഇവിടെ വരുന്നതിന്റെ ഗുണമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മളിൽ ഉണ്ടാകുന്ന അഹങ്കാരഭാവം, ആ അഹങ്കാരം അവിടെ ഉണ്ടായി. അപ്പൊ അങ്ങനെ ഹിരണ്യകശിപുവിനായിട്ട് കളിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഹിരണ്യകശിപുവിന് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് തെന്നിമാറാൻ അവസരം ലഭിച്ചപ്പോൾ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയും കളിക്കുകയും എളുപ്പം അങ്ങ് വധിക്കുകയല്ല ചെയ്തത്. അവിടെ ഇട്ട് ഹിരണ്യകശിപുവിനെ കളിപ്പിച്ചു. കാരണം ഒരു പക്ഷേ ഈ ഇത് എല്ലാം ഭഗവാന്റെ ഒരു ലീലയാണ്. ഭഗവാന് തക്ക എതിരാളിയെ കൊണ്ട് ഒരു യുദ്ധം അദ്ദേഹം അവിടെ ലീലയായി കാണിക്കുകയാണ് ഇവിടെ ചെയ്തത്. അപ്പൊ അങ്ങനെ പല ആൾക്കാരും ഇതൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് അസുരന്മാരെല്ലാം ഭയന്ന് വിറച്ചു എന്നുള്ളതാണ്. അപ്പൊ ഒരുപാട് പേര് ഹിരണ്യകശിപു കാരണം ഒരുപാട് ദേവന്മാര് തങ്ങളുടെ ഭവനങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ട് ഒരുപാട് പേര് സന്യാസിമാരും മറ്റി അവരെയൊക്കെ ബാധിച്ച് അവരൊക്കെ അവിടെ ഇവിടെയും മേഘത്തിന്റെ ദേവന്മാരൊക്കെ മേഘത്തിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന അത് അങ്ങനെ വന്നപ്പോഴേ അവർക്കൊക്കെ ഭയമായി. എന്താണ്? ഭഗവാനെ ഇനിയും തോപ്പിച്ചു കളയുമോ എന്നുള്ള ഭയം ദേവന്മാർക്കും ഉണ്ടായി. അപ്പം ആ സമയത്ത് നരസിംഹദേവന്റെ കരങ്ങളിൽ നിന്ന് സ്വതന്ത്രനാക്കി മാറ്റി ഹിരണ്യകശിപുവിനെ സ്വാതന്ത്ര്യം കൊടുത്തു. അപ്പൊ അപ്പോൾ വിചാരിച്ചത് ഈ ദേവന്മാരൊക്കെ വിചാരിക്കുന്ന അയ്യോ ഭഗവാനും തോറ്റല്ലോ എന്ന് തോന്നിപ്പോയി. ഭഗവാൻ അതിഭയാനകമായ യുദ്ധമാണ് നടന്നത്. ഒട്ടും തന്നെ ഹിരണ്യകശിപു എന്ന് പറഞ്ഞാൽ ഒട്ടും കഴിവില്ലാത്തവനല്ല. വർഷങ്ങളോടല്ല, ആയിരക്കണക്കിന് വർഷങ്ങള് തപസ് ചെയ്ത് എല്ലാ വരങ്ങളും വാങ്ങിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം
നല്ല യുദ്ധമാണ് അവിടെ നടക്കുന്നത്. ആ യുദ്ധത്തിൽ നിന്ന് അല്പം വിശ്രമം എടുത്തു. അപ്പൊ ആ സമയത്ത് ഒരല്പം വിട്ടുകൊടുത്തു. വീണ്ടും കളിച്ചോട്ടെ, കളിയാണ്, ഭഗവാൻ അത് ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ പക്ഷേ ഒരു ദേഷ്യം അദ്ദേഹത്തിന്റെ ഭാവത്തിൽ അവിടെ നിലനിൽക്കുകയാണ്, തന്റെ ഭക്തനെ ഉപദ്രവിച്ചു എന്നുള്ളത്. അത് അല്പസമയത്തിന് ശേഷം തന്റെ വാളും പരിചയം ഉയർത്തിക്കൊണ്ട് ഭഗവാനെ വീണ്ടും ആക്രമിക്കാനായിട്ട് ഹിരണ്യകശിപു വരികയാണ്. അപ്പൊ ആ സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു? അത്യുച്ചത്തിൽ അട്ടഹസിക്കുന്നു. അതാണ് ഭഗവാന്റെ അട്ടഹാസം. വേറെ എങ്ങും നമുക്ക് കേൾക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ രാമാവതാരത്തിൽ അട്ടഹാസം കേൾക്കില്ല, കൃഷ്ണാവതാരത്തിൽ അട്ടഹാസം കേൾക്കില്ല, എവിടെയും ഭഗവാന്റെ അട്ടഹാസം കേൾക്കില്ല. ഭഗവാന്റെ അട്ടഹാസം കേൾക്കണമെങ്കിൽ ഈ ഭാഗത്ത് മാത്രമാണ് നമുക്ക് കേൾക്കാൻ. അപ്പൊ അച്ഛത്തിൽ അട്ടഹസിച്ചുകൊണ്ട് എന്താണ് വേഗം ഹിരണ്യകശിപുവിനെ പിടികൂടുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു കഴുകന്റെ വേഗത്തിൽ ചിലപ്പോൾ ആകാശത്തിലേക്ക് പറന്നുയരുകയും ചിലപ്പോൾ ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു ഹിരണ്യകശിപു. എന്ന് വെച്ചാൽ അസുരന്മാരുടെ എല്ലാ ട്രിക്കുകളും അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ അദ്ദേഹം ചാടി മുകളിലോട്ട് പോകും, താഴോട്ട് വരും. അങ്ങനെ നരസിംഹദേവന്റെ അട്ടഹാസം കേട്ടുള്ള ഭയം മൂലം കണ്ണുകളാണ് ഇറുക്കി അങ്ങ് അടച്ചു. ഭയന്നു പോയി അട്ടഹാസം കേട്ടപ്പോഴത്തേക്ക്. അങ്ങനെ ഒരു ഇന്ദ്രന്റെ വജ്രായുധത്തിന് പോലും പിളർക്കാൻ കഴിയാത്ത ഹിരണ്യകശിപുവിനെ നരസിംഹദേവൻ ആക്രമിക്കുന്നത് എങ്ങനെയാണ്? അതിനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഒരു സർപ്പം എലിയെ അല്ലെങ്കിൽ ഗരുഡൻ കൊടിയ വിഷമുള്ള സർപ്പത്തെ എന്ന പോലെ പിടിച്ചിങ്ങെടുത്തിട്ട് ഹിരണ്യകശിപുവിന്റെ തന്റെ അംഗങ്ങളൊക്കെ ചുറ്റുപാടും ചലിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവിടെ തന്റെ മടിയിൽ കിടത്തി വാതിൽപ്പടിയിൽ ഇരുന്നു കൈനഖങ്ങളാൽ പ്രയാസം അദ്ദേഹം ചെയ്തു വളർന്നു. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭഗവാൻ വിചാരിച്ചാൽ ഒരു പ്രയാസമില്ല. എന്തെല്ലാം അത്യുഗ്രമായിട്ടാണ് എതിർക്കുന്നത് ഭഗവാനെ. അത്രയും എതിർക്കുകയാണ്. ഭഗവാൻ പിടിക്കാൻ ചെല്ലുമ്പോൾ മുകളിലോട്ട് ചാടും, ഭഗവാൻ പിടിച്ച് താഴോട്ട് വരും. അങ്ങനെ അത്യുഗ്രമായിട്ട് എതിർത്ത ആളിനെ കയ്യിൽ പിടിച്ച് മടിയിൽ കിടത്തി തന്റെ മറ്റൊന്നും എടുത്തില്ല, തന്റെ നഖങ്ങൾ കൊണ്ട് വധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അവിടെ കുടൽമാല കഴുത്തിലണിയുന്ന ഒരു ശ്ലോകമുണ്ട് അവിടെ. അത് സംരംഭദുഷ്പ്രേഷ്യ കരാളലോചനോ വ്യാത്താനനാന്തം വിരിഹൻ സ്വജിഹയാ ആശ്രയവാക്താരുണ കേശരാനനോ യഥാന്ത്രമാലി ദീപഹത്യയാ ഹരി. അപ്പൊ ഭഗവാന്റെ വായും സടയും അങ്ങനെ രക്താഭമായി ഉഗ്രകോപം കൊണ്ട് തീക്ഷ്ണമായ കണ്ണുകളിലേക്ക് നോക്കുക പോലും അസാധ്യമായിരുന്നു. ആർക്കും ഭഗവാനെ നോക്കാൻ പോലും പേടിച്ചു, അത്രമാത്രം ഉഗ്രമായി തീർന്നു. അപ്പം വായുടെ അഗ്രഭാഗങ്ങളൊക്കെ നക്കി നാക്കുകൊണ്ട് നക്കുന്നുണ്ട്. എന്നുവെച്ചാൽ സിംഹം എന്ത് ചെയ്യുന്നു അതുപോലെ ഒക്കെ ചെയ്യുന്നുണ്ട്. ഹിരണ്യകശിപുവിന്റെ ഉദരം പിളർന്നെടുത്തു എന്ന് പറഞ്ഞതുപോലെ എന്താണ് കുടൽമാലയെടുത്ത് കഴുത്തിലണിഞ്ഞു തികച്ചും ഒരാനയെ കൊന്ന സിംഹത്തിന് സമാനമായിരുന്നു. ഭഗവാൻ എന്താണ് ചെയ്തത്? ഭഗവാൻ തന്റെ ഭക്തനെ ഉപദ്രവിച്ച ആ വ്യക്തിയെ പിടിച്ച് മടിയിൽ കിടത്തി നഖം കൊണ്ട് വധിച്ചിട്ട് കുടൽമാല എടുത്ത് കഴുത്തിൽ അണിഞ്ഞു എന്നാണ് പറയുന്നത്. ആ ഒരിത് സംരംഭ ദുഷ്ടേഷ കരാളലോചനോ വ്യാപ്താനനാന്തം വിരിഹൻ സജിഹ്വയാ അശ്ലഗ്യവാക്താരുണ കേശരാനനോ യഥാന്ത്രമാരി വിഭഹത്യയാ ഹരി. അങ്ങനെ ഭഗവാൻ ഹിരണ്യകശിപുവിന്റെ ആ അഹങ്കാരത്തെ എല്ലാം ഇല്ലാതാക്കി. അപ്പൊ സൈന്യങ്ങൾ എന്തെടുത്തു? ഭഗവാൻ അപ്പോഴത്തേക്ക് കോപം കൊണ്ട് വിറയ്ക്കുന്നുണ്ട്. വളരെ ഇതായി. എന്തുകൊണ്ട് കോപം വന്നു എന്ന് ചോദിച്ചാൽ, ഭക്തന്മാരെ ആരുപദ്രവിക്കുമ്പോൾ സ്വന്തം ഭക്തരെ ഉപദ്രവിക്കുന്നത് കണ്ടുകൊണ്ട് ആദ്യമൊക്കെ കുറച്ചു സമയം ടെസ്റ്റ് ചെയ്യും. പക്ഷേ ഭക്തൻ തിരിച്ചെടുക്കുമ്പോൾ, ഭക്തൻ തിരിച്ച് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭക്തൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് കഴിയട്ടെ എന്ന് നോക്കും. നമുക്കറിയാം ദ്രൗപദിയുടെ വസ്ത്രാഭരണ സമയത്ത് ആദ്യം ചെയ്തു. ആദ്യമൊക്കെ ദ്രൗപദി എന്താ ചെയ്തത്? തന്റെ സാരിയെ പിടിച്ച് എങ്ങനെയെങ്കിലും അവരിൽ നിന്ന് സാരിയെ പിടിച്ചിടാൻ നോക്കി. എന്നിട്ട് എന്ത് ഭീഷ്മരെ വിളിച്ചു, ദ്രോണരെ വിളിച്ചു, സഭയിലുണ്ടായിരുന്ന ഭർത്താക്കന്മാരെ എല്ലാവരെയും വിളിച്ചു. അല്ല, അപ്പൊ അവരെയൊക്കെ വിളിക്കട്ടെ എന്ന് കരുതി. അവസാനം എന്ത് ചെയ്തു? ആരുമില്ല, എനിക്ക് ഭഗവാനെ നീ തന്നെ ശരണം കൃഷ്ണ എന്ന് വിളിച്ചപ്പോഴാണ് ചെയ്യുന്നത്, സാരി അയച്ചു. അപ്പൊ പരീക്ഷിക്കും എന്ന് പറയുന്നത് ശരിയാണ്. അതുകൊണ്ട് കൃഷ്ണൻ പരീക്ഷിക്കും എന്ന് എല്ലാവരും വാക്ക് പറയും. ശിവനാണെങ്കിൽ എളുപ്പം എന്ത് ചെയ്യും? പ്രസാദിക്കും. കൃഷ്ണൻ പരീക്ഷിക്കും. ശരിയാണ്, കൃഷ്ണൻ പരീക്ഷിക്കും. പക്ഷേ പരീക്ഷിച്ചാലും ഒരിക്കലും നിലയ്ക്കാത്ത ആ ആനന്ദമാണ് ഭഗവാൻ കിട്ടുന്നത്. അപ്പൊ ഇവിടെ അതുപോലെ ആദ്യമൊക്കെ
എന്നുവെച്ചാൽ എന്തെല്ലാം ഉപദ്രവിക്കാം നമുക്കറിയാം. പ്രഹ്ലാദനെ ഏതെല്ലാം തരത്തിൽ ഉപദ്രവിച്ചു, അതെല്ലാം ശ്രമിച്ചു. പക്ഷെ അവസാനം ഇതാ അതെന്റെ നഖം കൊണ്ട് അഥവാ ഇല്ലാതാക്കിയിരിക്കുന്നു. ഇനി അദ്ദേഹം എന്ത് ചെയ്തു? ദേഷ്യം കൊണ്ട് ചുറ്റും കൂടി നിന്ന സൈന്യങ്ങളെല്ലാം ഭഗവാനെ എതിർക്കാൻ ചെന്നു. അവരെയും എല്ലാം കൊന്നൊടുക്കിയിട്ട് ഭഗവാന്റെ ഉഗ്രകോപത്താൽ പ്രപഞ്ചമെല്ലാം മാറിപ്പോകുന്നതായിട്ട് തോന്നുകയാണ് ചെയ്യുന്നത്. അപ്പം നരസിംഹദേവന്റെ ശിരസിലെ സട മേഘങ്ങളെ കുലുക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുപോലെ മേഘങ്ങൾ പോലും ചിതറി ഭഗവാന്റെ ആയതുകൊണ്ട് അത്യുഗ്ര തേജസ് കൊണ്ട് തീഷ്ണ നയനങ്ങൾ ആകാശത്തിലെ ജ്യോതിർഗോളങ്ങളുടെ തേജസ്സിനെ കവർന്നെടുത്തു. ശ്വാസോച്ഛ്വാസം കടലുകളെയും സമുദ്രങ്ങളെയും പ്രത്യക്ഷമാക്കി. അദ്ദേഹത്തിന്റെ ഗർജനം കേട്ട ആനകൾ ഭയന്ന് നിലവിളിച്ചു. അത്രമാത്രം പ്രകൃതിയിൽ ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്. ഭഗവാന്റെ അത്രമാത്രം കോപം ഭഗവാന് വന്നു എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശക്തിയുടെ ദുസ്സഹത കൊണ്ട് പർവ്വതങ്ങളെ ഇളകിയാടി ആകാശത്തിന്റെയും സർവ്വദിക്കുകളുടെയും സ്വാഭാവിക പ്രകാശം മങ്ങുകയും ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാന്റെ അടുത്തേക്ക് ആരാണ് ചെല്ലുക? കണ്ടപ്പോഴത്തേക്ക് ആർക്കും ബ്രഹ്മാവ് വന്നിട്ടുണ്ട്, ദേവന്മാര് വന്നിട്ടുണ്ട്, എല്ലാവരും ഉണ്ട്, സർവ്വദേവന്മാര് എല്ലാവരും ഇവിടെ പ്രത്യക്ഷമാകുന്നു. പക്ഷെ ആർക്കും അടുത്തേക്ക് ചെല്ലാൻ ഒരു ഭയമാണ്, ആർക്കും പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ആ മഹാസുരനെ യുദ്ധത്തിൽ വധിക്കപ്പെട്ടത് കണ്ട ദേവപത്നിമാരുടെ മുഖങ്ങൾ സന്തോഷങ്ങൾ കൊണ്ട് ഉല്ലസിച്ചു. അങ്ങനെ എല്ലാവരും പുഷ്പവൃഷ്ടി ചൊരിയുന്നുണ്ട്. പക്ഷേ ഭഗവാന്റെ ദേഷ്യം അങ്ങോട്ട് മാറുന്നില്ല. തന്റെ ഭക്തനോട് കാണിച്ച ഇതെല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ സമയത്ത് ഭഗവാൻ നാരായണന്റെ പ്രവൃത്തികൾ കാണുന്നതിന് ദേവന്മാരെല്ലാം ആകാശത്തിൽ അങ്ങ് തടിച്ചുകൂടുകയാണ്. എല്ലാവരും ഗന്ധർവമുഖ്യന്മാരും സ്വകീയ സ്ത്രീകളും വാദ്യാഭരണങ്ങളുമായി എല്ലാവരും പാട്ടും കൂത്തും ഒക്കെ ഉണ്ട്. പക്ഷെ ഭഗവാൻ ശാന്തനാകുന്നില്ല എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കുന്നത്. ആ സമയത്ത് ഇതാണ് വിഷ്ണുദൂതന്മാരായ സുനന്ദനെയും കുമുദനെയും പോലുള്ളവരും അങ്ങനെ എല്ലാവരും അവിടെ ഉണ്ട്. പക്ഷേ അത്യുജ്വല തേജസ്വിയായിരുന്ന ഭഗവാന്റെ സമീപം ഇവരെല്ലാം എത്തിയിട്ടും എല്ലാവരും കൈകളോട് കൂടി തന്നെ ഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ആർക്കും അടുക്കാൻ ഭയമാണ് ഭഗവാനെ കണ്ടിട്ട്, ആർക്കും. അപ്പം ബ്രഹ്മദേവൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു, ഒരുപാട് പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നു. ആ പ്രാർത്ഥനയൊന്നും കേട്ടിട്ടും ഭഗവാൻ എന്ത് ചെയ്യുന്നില്ല? ശാന്തനാകുന്നില്ല. അപ്പം ആദികവിയായ ബ്രഹ്മാവിനെ സ്തുതിക്കാൻ അപ്പം ഒന്നും ഓർമ്മയിൽ വരുന്നില്ല ഭഗവാനെ കണ്ടപ്പോഴത്തേക്ക്. ആദ്യമേ ബ്രഹ്മാവിന് ഒന്നും മനസ്സിൽ വരുന്നില്ല. ചില സമയം നമുക്ക് അങ്ങനെയാണല്ലോ, ചില സ്തുതി എല്ലാം നമുക്ക് അറിയാമെങ്കിലും ചിലപ്പോ അങ്ങ് മറന്നു പോകുന്നത് പോലെ ഈ ഭയാനകമായ രൂപം കണ്ടപ്പോൾ ആ എല്ലാം അറിയാവുന്ന ജ്ഞാനത്തിന്റെ ഉറവിടമായിരിക്കുന്ന ആ ഭഗവാനെ സ്തുതിക്കാൻ ബ്രഹ്മാവിന് കഴിഞ്ഞില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം നമോസ്മ്യനന്തായ ദുരന്തശക്തയെ വിചിത്രവീര്യായ പവിത്രകർമ്മണേ വിശ്വസ്യ സർക്കസ്ഥിതി സംയമാൻ ഗുണൈഹി സ്വലീലയാ സന്തതദേവ്യയാത്മനേ. അപ്പൊ അവിടുന്ന് അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു പ്രാർത്ഥന അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരുന്നത്. എന്താണ്? നതോസ്മ്യനന്തായ ദുരന്തശക്തയെ, ഞാൻ താണു വണങ്ങുന്നു. എന്തേ? ഞാന് അവിടുത്തെ അപരിമിതനും അനന്തശക്തനുമായ ഉടമയായ അങ്ങയുടെ കാൽക്കളിൽ ഞാനിതാ താണു വീണ് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വീര്യവും അത്ഭുതകരമായ സ്വാധീനവും ആർക്കും കാണാനാവില്ല. കാരണം അങ്ങയുടെ കർമ്മങ്ങൾ പവിത്രങ്ങളാണ്. ഒരിക്കലും അത് ഭൗതിക ശക്തിയാൽ ഉണ്ടാകുന്നതല്ല. ത്രിഗുണങ്ങളിലൂടെ അവിടുന്ന് വളരെ അനായാസം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്തു. എന്നിട്ടും അങ്ങ് അവ്യയനായി നിലകൊള്ളുന്നു. ആകയാൽ അങ്ങേക്ക് ഞാൻ എന്റെ സാദര പ്രണാമങ്ങൾ. വളരെ കഴിഞ്ഞിട്ടാണ് ബ്രഹ്മാവിന് അത് പറയാൻ കഴിഞ്ഞത്. എന്താണ് ബ്രഹ്മാവ് പറയാ? നതോസ്ത്യനന്തായ ദുരന്തശക്തയെ വിചിത്രവീര്യായ പവിത്രകർമ്മണേ സർക്കസ്ഥിതി സംയമാൻ ഗുണൈഹി സ്വലീലയാ സന്തതേഭ്യാത്മനേ എന്ന് പറയുന്നു. അത് കഴിഞ്ഞു രുദ്രനും വന്നിട്ട് മഹാദേവൻ വന്നിട്ട് അപ്പം പ്രാർത്ഥിക്കുന്നു ഭഗവാനോട്. അപ്പൊ അങ്ങയുടെ ഭക്തന് ശരണാഗതനുമായി പാർശ്വത്തിൽ നിൽക്കുന്നവനായ പ്രഹ്ലാദനെ ദയവായി സംരക്ഷിക്കണം എന്നാണ് പ്രാർത്ഥിച്ചത്. അപ്പൊ ആ ഒരു ഇത് അപ്പൊ പിന്നെ ഇന്ദ്രൻ പ്രാർത്ഥിക്കുന്നു എന്ന് വേണ്ട, എല്ലാവരും വന്ന് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ഋഷിമാര് വന്ന് പ്രാർത്ഥിക്കുന്നു. മഹർഷിമാരാണെങ്കിൽ പ്രാർത്ഥിക്കുകയാണ്, ശരണാഗതരായ രക്ഷക എന്നാണ്. ത്വന്നസ്തവ പരമമാർത്ഥ യഥാത്മതേജോ യേനേതമാദി പുരുഷാത്മഗതം സസർത്ഥ തത്പ്രലുപ്തമനാത്യ ശരണ്യപാല രക്ഷാഗ്രഹീ വക്ഷ പുനര അന്വംസ്താം
മഹർഷിമാർ പറയുകയാണ്, ശരണാഗതരുടെ സംരക്ഷകനാണങ്ങ്, ആദിപുരുഷനാണങ്ങ്. ഞങ്ങൾക്ക് നേരത്തെ തന്നെ ഉപദേശിച്ചുള്ള തപശ്ചര്യകളുടെ പ്രക്രിയ അങ്ങയുടെ ആധ്യാത്മിക ശക്തിയിൽ നിന്നാണ്. അങ്ങയുടെ സുപ്താവസ്ഥയിലിരിക്കുന്ന ഭൗതിക ലോകത്തെ തപസ് കൊണ്ടാണ് അങ്ങേ സൃഷ്ടിച്ചത്. ഈ അസുരന്റെ പ്രവൃത്തികൾ ആ തപസ്സുകൾ മിക്കവാറും അവസാനിച്ചിരുന്നു. ഇപ്പോൾ ഈ അസുരനെ വധിച്ച് ഞങ്ങളെ രക്ഷിക്കാൻ നരസിംഹമായി അവതരിച്ചതിലൂടെ അവിടെ വീണ്ടും ആ തപസ്സുകളുടെ പ്രക്രിയ അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ പിന്നെ ഋഷിമാരെ, പ്രജാപതിമാരെ, സിദ്ധന്മാരെ എന്ന് വേണ്ട ശ്രീവിദ്യാധരന്മാരെ, എല്ലാവരും നാഗങ്ങളെ, മനുഷ്യരെ, എന്ന് വേണ്ട എല്ലാവരും, ചാരണ, വിദ്യാസംഘ, ഗന്ധർവന്മാരെ, യക്ഷന്മാരെ എന്ന് വേണ്ട എല്ലാവരും അദ്ദേഹത്തെ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെ ശാന്തനാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇതുകൊണ്ടൊന്നും അദ്ദേഹം ശാന്തനാകുന്നില്ല. ലക്ഷ്മി ദേവി പോലും ഭയന്നു മാറി എന്നാണ് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ച് വലിയ പ്രാർത്ഥനയാണ് നമുക്ക് 7-ാം സ്കന്ധത്തിലുള്ളത്. അപ്പൊ ആ പ്രാർത്ഥനയിൽ കൂടി എല്ലാവരും ഭഗവാനെ ശാന്തനാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഭഗവാൻ ശാന്തനാകുന്നില്ല. അവസാനം ലക്ഷ്മി ദേവി ഭയന്നുപോയി. ഈ രൂപം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഈ ഉഗ്രരൂപം കണ്ട് ലക്ഷ്മി ദേവി പോലും ഭയന്നുപോയി. അപ്പൊ അതിനുശേഷം അദ്ദേഹം, ബ്രഹ്മാവ് ആരെ പറഞ്ഞു വിടുന്നു? പ്രഹ്ലാദനെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. പ്രഹ്ലാദൻ പോയിട്ട് ലക്ഷ്മിയെ കൊണ്ട് പോലും ദേവന്മാരെല്ലാം പറഞ്ഞിട്ട് ലക്ഷ്മിയെ കൊണ്ട് പോലും ശാന്തനാക്കാൻ കഴിയാതിരുന്ന ആ ഒരു സമയത്ത് ലീലാശക്തിയാൽ ഭഗവാനെ കാണുന്നതിന് വേണ്ടി പിഞ്ചു കുഞ്ഞായ, എന്നുവെച്ചാൽ അതിനു മുമ്പൊക്കെ അവര് പറഞ്ഞു വിടാൻ ഭയന്നു. കാരണം എന്താണ്? ഇത്രയും കുട്ടി ഈ ഭയന്ന് വിറച്ചു പോകുമോ എന്നുള്ളത്. ബ്രഹ്മാവ് പ്രഹ്ലാദനോട് പറയുന്നു, പോയി നരസിംഹദേവനെ ശാന്തനാക്കൂ എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ആ ചെറിയ കുട്ടി ഒരു ഭയവുമില്ലാതെ ശാന്തനായിക്കൊണ്ട് അദ്ദേഹം കൂടി ഭഗവാന്റെ മുന്നിൽ ചെന്ന് ആ പാദത്തിലേക്ക് അങ്ങ് വീഴുകയാണ് ചെയ്യുന്നത്. ആ ശ്ലോകം വളരെ ഇമ്പോർട്ടന്റ് ശ്ലോകമാണ്. സ്വപാദമൂലേ പതിതം തമർഭകം, സ്വപാദമൂലേ പതിതം പതിതം തം അർഭകം എന്ന് വെച്ചാൽ തന്റെ പാദത്തിലേക്ക് പതിച്ച, തന്റെ പാദത്തിൽ വന്ന് വീണ, ഇങ്ങനെയുള്ള പാദമാണ് പാദപത്മം. ആ പാദപത്മത്തിലേക്ക് എന്ന് വെച്ചാൽ സിംഹരൂപത്തിലാണെങ്കിലും ഭഗവാനാണ്. അതുകൊണ്ടാണ് തന്റെ പാദപത്മങ്ങളിലേക്ക് വന്ന് പതിച്ച ആ പ്രഹ്ലാദനെ എന്നുള്ളതാണ്. ആ കൊച്ചുകുട്ടിയായ പ്രഹ്ലാദനെ സ്വപാദമൂലേ പതിതം തമർഭകം, അർഭകം എന്ന് വെച്ചാൽ കുട്ടി, അങ്ങനെ തന്റെ പാദത്തിലേക്ക് പതിച്ച അവനെ, ആ കുട്ടിയെ വിലോക്യദേവാ കൃപയാ പരിപ്ലുത, വിലോക്യദേവാ കൃപയാ പരിപ്ലുത. വിലോക്യദേവ എന്ന് വെച്ചാൽ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം നരസിംഹരൂപം, അദ്ദേഹം എന്താണ് ചെയ്തത്? അവനെ കണ്ടിട്ട് ആനന്ദത്താലങ്ങ്, അവനോടുള്ള സ്നേഹത്താലങ്ങ് നിറഞ്ഞുപോയി, സ്നേഹം കൊണ്ടങ്ങ് നിറഞ്ഞുപോയി. തന്റെ മുന്നിലേക്ക് വന്ന് വീണ, തന്ന് പതിച്ച എന്നാണ് പറഞ്ഞത്. ആ അർഭകത്തെ കണ്ടിട്ട്, ആ കുട്ടിയെ കണ്ടിട്ട് നരസിംഹദേവൻ അങ്ങ് സന്തോഷം കൊണ്ടങ്ങ് നിറഞ്ഞുപോയി. ആ ശ്ലോകം വളരെ രസമാണ്. സ്വപാദമൂലേ പതിതം തമർഭകം വിലോക്യദേവാ കൃപയാ പരിപ്ലുത. പിന്നെയോ ഉത്താപ്യ തശീർഷ്ണി അദധാത്കരാംബുജം, ഉത്ഥാപ്യ തശീർഷ്ണി അദധാത്കരാംബുജം. എന്താണ് പറയുന്നത്? ഉത്ഥാപ്യ, പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രഹ്ലാദനെ അങ്ങോട്ട് ഉയർത്തി, ഉത്ഥാപ്യ തശീർഷ്ണി, ഉയർത്തിയിട്ട് എന്ത് ചെയ്തു? അത്ര കോപത്തോടെ ഇരിക്കുന്ന ഭഗവാനാണ് തന്റെ ശിഷ്യനെ, തന്റെ ഭക്തനെ കണ്ടപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോഴെന്ത് ചെയ്തു? തലയെ പിടിച്ചുയർത്തിയിട്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കൈകൾ രണ്ടും, കൈകൾ രണ്ടും എന്ത് ചെയ്തു? ആ കുട്ടിയുടെ തലയിൽ വെച്ച് അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഉത്താപ്യ തശീർഷ്ണി അദധാത്കരാംബുജം, അവന്റെ ശീർഷ്ണി തലയിലേക്ക് തന്റെ കൈകൾ രണ്ടും വെച്ചിട്ട്, കരാംബുജങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്തു? അനുഗ്രഹിച്ച് അവനെ ഉയർത്തി തന്റെ കൈകൾ അവിടേക്ക് വെച്ചിട്ട് തലയിൽ വെച്ച് അവനെ കെട്ടിപ്പിടിച്ച് അനുഗ്രഹിച്ചു. കാലാഹിവിത്രസ്തധിയാം കരാംബുജം. അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ കരങ്ങള്? എന്താണ്? കാലത്തിന്റെ സ്വഭക്തരിൽ നിർഭയത്വം സൃഷ്ടിക്കാൻ ശക്തമാണ് എന്നുള്ളതാണ്. അപ്പൊ ഏതൊരു ഭക്തനാണോ ഭയം കൊണ്ട് വിറച്ചുകൊണ്ട് നിൽക്കുന്നത്, അവൻ യഥാർത്ഥ ഭക്തനാണെങ്കിൽ
ആ പത്മമായിരിക്കുന്ന കൈകൾ, ആ താമര കൈകൾ, ആ കരപത്മങ്ങൾ അദ്ദേഹം സ്വന്തം ഭക്തരിൽ നിർഭയമാക്കി മാറ്റും. അങ്ങനെ അത്രമാത്രം കഴിവുള്ള കൈകളാണ് അദ്ദേഹത്തിന്റെ എന്നാണ് പറയുന്നത്. അപ്പം സ്വപാദമൂലേ പതിതം തമർഭകം വിലോക്യ ദേവാ കൃപയാ പരിപ്ലുതം ഉത്ഥാപ്യതശേഷ്ണ്യതദാക്കരാംബുജം കാലാഹിരിത്രസ്തധിയം. ഇപ്പം ഭൗതിക ലോകത്തിൽ നമ്മളെ പല പല ആവശ്യങ്ങൾ നമുക്കുണ്ട്. ആഹാരം, നിദ്ര, ഭയം, മൈഥുനം, ഇതെല്ലാം സാധാരണ ഒരു ജീവിക്ക് ആവശ്യമായിട്ടുള്ളതാണ്. പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിലും ആഹാരം വേണം, നിദ്ര വേണം, നമുക്ക് ഭയമുണ്ടാകും, നമുക്ക് ഇണചേരൽ ആവശ്യം, അങ്ങനെയുള്ള ഇതെല്ലാം ഉണ്ട്. എന്നിരുന്നാലും എപ്പോഴും നമ്മുടെ മനസ്സ് ഭയത്തിലാണ്. നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, മുന്നോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും, ആ ഭയം, അതാണ് കാലാഹി വിത്രസ്ത ക്രിയാ കഥാഭയം. എപ്പം എന്ത് സംഭവിക്കാം എന്നുള്ള ആ ഭയം ഓരോ വ്യക്തിയിലുമുണ്ട്. അപ്പം ഭയരഹിതമാകാൻ നമുക്ക് വേണ്ടത് എന്താണ്? കൃഷ്ണന്റെ കൃഷ്ണാവബോധത്തെ മനസ്സിലാക്കിയെടുക്കുക, ഭഗവാൻ ആരാണെന്ന് അറിയുക, ഭഗവാനെ മനസ്സിലാക്കിയെടുക്കുക. അപ്പം നരസിംഹമായി അവതരിച്ച ആ സമയത്ത് എല്ലാവരും ഭയന്ന് വിറച്ചുപോയി. ആ ഭയന്ന് വിറച്ചെങ്കിലും ആര് സന്തോഷിച്ചു? ഭക്തരെല്ലാം സന്തോഷിച്ചു എന്നുള്ളതാണ്. ഭക്തരെല്ലാം സന്തോഷിച്ചു. അല്ലാത്തവരെല്ലാം എന്ത് ചെയ്തു? ഭയന്ന് വിറച്ചുപോയി. അതാണ് നമ്മൾ എപ്പോഴും നമ്മള് വൈകിട്ട് നരസിംഹ പ്രാർത്ഥന പറയുമ്പം പറയാറുണ്ട്, യഥോയാമി തഥോ നൃസിംഹ, യഥോയാമി തഥോ നൃസിംഹ എന്ന് പറയാറുണ്ട്. നാം എവിടെയെല്ലാം പോകുന്നു അവിടെയെല്ലാം നരസിംഹദേവനെ സ്മരിക്കുമാറാകണേ എന്നാണ് പറയുന്നത്. ഭക്തൻ സദാ നിർഭയനാകുന്നത് അവിടെയാണ്. നമ്മൾ എവിടെ പോയാലും, നമ്മളെ ഇങ്ങോട്ട് തിരിച്ചാലും നരസിംഹദേവനെ പ്രാർത്ഥിക്കും. അങ്ങനെ സദാ നിർഭയനാക്കി ഭക്തനെ മാറ്റുന്നതാണ്. അതാണ് നമ്മൾ എപ്പോഴും വൈകിട്ട് നമ്മളെ നരസിംഹ ശ്ലോകം പറയുമ്പോൾ യഥോയാമി തഥോ നൃസിംഹ എന്ന് പറയുന്ന ഞാൻ എവിടെ പോയാലും എന്റെ കൂടെ ഭഗവാൻ ഉണ്ടാകണേ എന്നുള്ളതാണ്. അങ്ങനെ ഭഗവാൻ ആ ശ്ലോകത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം ഭക്തനെ എങ്ങനെയാണ് ഭഗവാൻ കൈപിടിച്ച് നിർത്തുന്നത് എന്നുള്ളത്. അപ്പം അത് നമ്മള് മനസ്സിലാക്കാം. പിന്നെ പ്രഹ്ലാദന്റെ ആ ഒരു എക്സ്റ്റസി, ആ അത്യാനന്ദത്തെ മനസ്സിലുണ്ടായ അതിനെക്കുറിച്ച് അടുത്ത ശ്ലോകം പറയുന്നുണ്ട്. എന്താണ്? സദത്കരസ്പർശുഭ സപത്യഭിപ്യക്തപരാത്മദർശനഃ തത്പാദപത്മം ഹൃദി നിർവൃതോ ദധൗ ദൃശ്യത്തനുക്ലിന്ന ഹൃദസ്ഫൃതി അശ്രുലോചനഃ. സദത്കരസ്പർശുഭ, ഭഗവാന്റെ പരിശുദ്ധമായ കൈകൾ കൊണ്ട് ആ കൈകൾ കൊണ്ട് തൊട്ടതുകൊണ്ട് പരിശുദ്ധനായ പ്രഹ്ലാദൻ, അദ്ദേഹത്തിന് ആ സമയത്ത് എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിനുണ്ടായിരുന്ന എല്ലാ ഭൗതികമായിട്ടുള്ള എല്ലാ ചിന്താഗതികളും മാറി. ഭൗതികമായിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കണ്ടാമിനേഷൻ, കാരണം ഒരു അസുരനായി ജനിച്ചതാണ്. അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ പിതാവിൽ നിന്ന് കിട്ടിയ ജന്മമാണ് അദ്ദേഹത്തിന്റെ, കാരണം പിതാവിൽ നിന്നാണല്ലോ ജന്മം എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഉണ്ടായ തന്റെ അച്ഛനിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ മെറ്റീരിയൽ കണ്ടാമിനേഷൻസ് എല്ലാം അങ്ങ് മാറി. ഭൗതികമായിട്ടുള്ള എല്ലാ ഇതും മാറിയിട്ട് അദ്ദേഹം പരിശുദ്ധനായി തീർന്നു, പരിശുദ്ധമായി തീർന്നു. അതാണ് സദത്കരസ്പർശുധാകിലാശുഭ സപത്യ അഭിവ്യക്ത പരാത്മദർശനഃ. സപതി അഭിവ്യക്ത പരാത്മദർശനഃ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എത്രയും വേഗത്തിൽ പരമാത്മാവിനെ, അതീന്ദ്രിയ ആ ഒരു സൂപ്പർ സോളിനെ അദ്ദേഹം കണ്ടു. അതീന്ദ്രിയതയിലായി അദ്ദേഹം തന്റെ ഉള്ളിൽ നിൽക്കുന്ന ഭഗവാനെ, മുന്നിൽ നിൽക്കുന്ന ഭഗവാനെ അദ്ദേഹം ഒന്നിച്ച് ദർശിച്ചു. അങ്ങനെ ഭക്തിയിൽ ലഹരിയിലായി, ഹർഷോന്മാദമുണ്ടായി. അങ്ങനെ ഭഗവാനെ പൂർണ്ണമായി കാണാൻ അദ്ദേഹത്തിന് രണ്ട് രീതിയിൽ, ഉള്ളിലും കണ്ടു വെളിയിലും കണ്ടു, ഭഗവാനെ എങ്ങനെ ദർശിക്കാൻ കഴിഞ്ഞു. അതാണ് പിന്നെ തത്പാദപത്മം ഹൃദി നിർവൃതോ ദധൗ. അപ്പം ഭഗവാന്റെ ആ പാദപത്മങ്ങൾ ഹൃദയാന്തർഭാഗത്ത് നിർവൃതി ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. ആ പാദങ്ങൾ തലയിൽ വെച്ച് ആ കൈകൾ തലയിൽ വെച്ച്, കരങ്ങൾ തലയിൽ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഭഗവത് പാദപത്മം തന്റെ ഹൃദയാന്തർഭാഗത്തെ നിർവൃതി ഉണ്ടായി. നമ്മള് എന്താണ് ധ്രുവന് അനുഗ്രഹം കൊടുക്കുമ്പോൾ ആദ്യം ധ്രുവ മഹാരാജാവിന് ഒന്നും സംസാരിക്കാൻ കഴിയത്തില്ലല്ലോ. അദ്ദേഹം എന്ത് ചെയ്തു? ശംഖെടുത്ത് കൊഞ്ചെടുത്തൊന്ന്
നെറ്റിയിൽ തൊട്ടു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ശബ്ദം പുറത്തു വന്നത്. ഇവിടെ അതെല്ലാം ഭഗവാൻ എന്ത് ചെയ്തു? പാദപത്മം അങ്ങനെ വെച്ചു. അങ്ങനെ കൈകൾ രണ്ടും കരങ്ങൾ രണ്ടും തലയിൽ വെച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിർവൃതി ഉണ്ടായി. തത്പാദപത്മം ഹൃദി നിർവൃതോ ദധൗ. പിന്നെ ഹൃദാശ്രുലോചന. അപ്പൊ അങ്ങനെ ആ ഒരു അദ്ദേഹത്തിന്റെ ശരീരം അതിൽ ഒരു അത്യാകർഷകമായ ഒരു ഭാവമുണ്ടായി, അതീന്ദ്രിയമായ ഹർഷമുണ്ടായി, പരമാനന്ദമുണ്ടായി. അദ്ദേഹത്തിന് അത് ഭയങ്കരമായ നിർവൃതിയായി മാറി. അദ്ദേഹത്തിൽ ആ ഭഗവാന്റെ ആ മനസ്സ് വളരെ ഇതായിട്ട് മാറി എന്നാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം എന്താണ് പ്രഹ്ലാദന് വന്ന മാറ്റം എന്നുള്ളതാണ്. അപ്പൊ അതീന്ദ്രിയ ഹർഷത്തിലേക്ക് പ്രഹ്ലാദൻ എത്തിച്ചേർന്നു, പരമാനന്ദ രൂപിയായി മാറുകയും ചെയ്തു എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഇപ്പൊ നമ്മളൊരു ശ്ലോകം പണ്ട് പഠിച്ചിട്ടുണ്ട്. എന്ത്? മന്യേധനാഭിജന രൂപ തപസ്രുത തേജപ്രഭാവ ബലപൗരുഷ ബുദ്ധിയോഗ നാരാധനായ ഹി ഭവന്തി പരസ്യ പുംസോ ഭക്യാതുതോഷ ഭഗവൻ ഗജയൂഥപായ എന്ന് പറയുന്നുണ്ട്. അപ്പം അസുരനാണ് കുട്ടി ജനിച്ചിരിക്കുന്നത്. അങ്ങനെ അസുരനെന്നോ ദേവനെന്നോ ഒന്നും യാതൊരു ഭാവവുമില്ല. എന്താണ്? മന്യേ ധനാഭിജന രൂപ തപസ്സുത. ഞാൻ വിചാരിക്കുന്നു എന്താണ് മെറ്റീരിയൽ ക്വാളിഫിക്കേഷൻ ഒന്നും ഒരു ക്വാളിഫിക്കേഷൻ അല്ല. ധനമോ സമ്പത്തോ അല്ലെങ്കിൽ ഫാമിലിയോ ബ്യൂട്ടിയോ തപസ്സോ വിദ്യാഭ്യാസമോ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നേടുന്ന സമ്പത്തോ ഇതൊന്നുമല്ല ഭഗവാനെ ആകർഷിക്കുന്നത്. അതാണ് മന്യേ ധനാഭിജന രൂപ തപസ്രുത തേജ പ്രഭാവ ബല പൗരുഷ ബുദ്ധിയോഗ. തേജസ്സോ ബലമോ പ്രഭാവമോ പൗരുഷമോ ബുദ്ധിയോ യോഗത്തിലുള്ള അണിമ ലഘിമ തുടങ്ങിയ യോഗസിദ്ധികളോ ഒന്നുമല്ല. ആരാധനായ ഭവന്തി പരസ്യ പുംസ. അപ്പൊ ഈ ക്വാളിഫിക്കേഷൻസ് കൊണ്ട് ഒന്നും തന്നെ ഭഗവാനെ സംതൃപ്തനാക്കാൻ നമുക്ക് കഴിയുകയില്ല. പിന്നെ എങ്ങനെയാ ഭഗവാൻ സംതൃപ്തനാകുന്നത്? ഭക്യാതുതോഷ ഭഗവാൻ ഗജയൂഥപായ. അദ്ദേഹത്തെ സാറ്റിസ്ഫൈ ചെയ്യാൻ, അദ്ദേഹത്തെ സംതൃപ്തമാക്കാൻ ഭക്തിയുത സേവനത്തിന് മാത്രമേ കഴിയുകൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ? അതിനൊരു എക്സാമ്പിളും പറഞ്ഞിട്ടുണ്ട്. ഗജയൂഥപായ എന്ന് വെച്ചാൽ ഗജേന്ദ്രനെ എങ്ങനെയാണ് ഗജേന്ദ്രനെ സംതൃപ്തനാക്കിയത്? എന്താണ്? ആനകളുടെ രാജാവായ ഗജേന്ദ്രനെ എങ്ങനെ സംതൃപ്തനാക്കിയോ അതുപോലെ ആ ഭക്തി കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് സംതൃപ്തനാക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഭക്തിക്ക് അത്രമാത്രം പ്രാധാന്യമുണ്ട്. ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാനെ കിട്ടുകയുള്ളൂ. ഭഗവാൻ നമ്മുടെ വശംവദനായി തീരണമെങ്കിൽ നമുക്ക് ഭക്തി ഉണ്ടാകണം. ആ ഭക്തി ശ്രീലപ്രഭുപാദര് പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഭക്തിയുത സേവനമാക്കി മാറ്റണം. അപ്പോൾ നമുക്ക് ഭഗവാനെ കിട്ടും. ഭഗവാൻ നമ്മുടെ മുമ്പിൽ ഉണ്ടാകും, നമ്മുടെ കയ്യിലുണ്ടാകും, നമ്മളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഭഗവാൻ ഉണ്ടാകും നമ്മളെ രക്ഷിക്കാനായിട്ട്. ആ ഒരു ചിന്താഗതിയോടുകൂടി ഭക്തിയുത സേവനം ചെയ്യാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന വിധത്തിൽ നമ്മളോടെല്ലാം പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഒരു വൈഷ്ണവരെ എപ്പോഴും ചിന്തിക്കേണ്ടത് ഭഗവാന് വേണ്ടി ഏത് രീതിയിലുള്ള ഭക്തിയുത സേവനമാണ് എനിക്ക് ചെയ്യാൻ കഴിയുക. ആ ഭക്തിയുത സേവനത്തിലേക്ക് എന്റെ മനസ്സിനെ എത്തിക്കണമേ, അത് ചെയ്യാൻ കഴിയണമേ. എനിക്കുള്ള സമ്പത്തുകൾ ഒന്നും എന്നെ എങ്ങോട്ടും കൊണ്ടുപോകില്ല, അതെല്ലാം ഇവിടെ ഇട്ടിട്ട് ഞാൻ പോകണം. പക്ഷേ ഭക്തി ഉണ്ടെങ്കിൽ അതെന്നും എൻ്റെ കൂടെ ഉണ്ടാകുമേ. അതാണ് എനിക്ക് തരേണ്ടത് എന്ന് ഈ ഒരു ശ്ലോകം തെളിയിച്ചത്. ഹരേ കൃഷ്ണ. നമുക്ക് സമയമായി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അങ്ങനെ നരസിംഹമൂർത്തി വൈകുന്നേരം അല്ല, രാവിലെ തന്നെ, വെളുപ്പാൻ കാലത്ത് രാവിലെ തന്നെ അവതരിച്ചു. വളരെ വളരെ സന്തോഷം മാതാജി. ഞങ്ങളെ എന്താ പറയാ, പറയാൻ വാക്കുകളില്ല. എല്ലാരും വരിക, മാതാജിയോട് ആനന്ദത്തോടെ സന്തോഷത്തോടെ ഒരു 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ കൃഷ്ണ ഹരേ രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ